അലിവോടെ ഞങ്ങളെ കാത്തിടണേ. അക്ഷരമുറ്റത്തിനഴകുനിയേ, അക്ഷരസൂനത്തിനിതളും നീയേ. ആകാശയാനത്തിലേറി ഞങ്ങൾ ആമോദത്തോടെ തുഴഞ്ഞിടുന്നു. വിത്തമായപ്പോഴും വിദ്യയുണ്ടാവണം, വിഘ്നമകറ്റുവാൻ യുക്തി നീയാവണം. ഉലകത്തിലുയരുവാനുരുവമായിടണം, ഉണ്മയായി നന്മയായി നീ നയിച്ചിടണം. അറിവിൻ പ്രകാശമേ ശ്രീശങ്കര, അലിവോടെ ഞങ്ങളെ കാത്തിടണേ. അലിവോടെ ഞങ്ങളെ കാത്തിടണേ. അലിവോടെ ഞങ്ങളെ കാത്തിടണേ. ഗുഡ് ഈവനിങ് എവരിബഡി. ഇന്ന് ഏറെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ശ്രീശങ്കര NSS ഇംഗ്ലീഷ് മീഡിയം UP സ്കൂളിൻ്റെ 44ാമത് വാർഷികം അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു ഹാളിലാണ് നമ്മളിന്ന് ആഘോഷിക്കുന്നത്. അതെ, 44 വർഷങ്ങൾക്ക് മുമ്പ് ചെറ്റാരിക്കൽ എന്ന ചെറു ഗ്രാമത്തിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങുവാനായിട്ടുള്ള നമ്മുടെ പഴയ NSS കരയോഗം ഭാരവാഹികളുടെ ഒരു ആർജവവും ദീർഘവീക്ഷണവുമാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. ഈ കെട്ടിടത്തിലാണ് 10-20 വർഷക്കാലം നമ്മുടെ കുട്ടികൾ അധ്യയനം നടത്തിയത്. അതിനുശേഷം നമുക്ക് ഒരു കെട്ടിടം പണിയുകയും അങ്ങോട്ടേക്ക് നമ്മുടെ പുതിയ കുട്ടികൾക്കൊരു പേരൻസിനും ഒരു പുതിയ അറിവാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഹാളിൽ വെച്ച് ഈ ആനിവേഴ്സറി നടത്തുന്നത് ഏറ്റവും സന്തോഷകരമായുള്ള കാര്യമാണ്. അതേ ആർജവത്തോടു കൂടി പുതിയ തലമുറ നിശ്ചയദാർഢ്യത്തോടു കൂടി റിനോവേറ്റ് ചെയ്തു ഈ ഓഡിറ്റോറിയം എന്നുള്ളതാണ്. അപ്പം ആരും പിന്നിലല്ല, പുതിയ തലമുറയുടെ പാത പിന്തുടർന്ന് പഴയ തലമുറകൾ ചെയ്തു വെച്ചതായ ആദർശങ്ങൾ പാലിച്ചുകൊണ്ട് അവർ ഇത്രയും ഭംഗിയായ ഒരു ഹാള് സജ്ജീകരിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തിൽ മഴയെ ഭയക്കേണ്ട കാര്യം നമ്മുടെ വിദ്യാലയത്തിന് ഇന്നില്ല. ഇത്തവണത്തെ ആനുവൽ ഡേ ഇവിടെ തന്നെ ഞങ്ങൾ കൂടാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അത് നമ്മുടെ കരയോഗത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായൊരു നേട്ടം തന്നെയാണ് ഈ ഹാൾ. അതെ, നമ്മുടെ സ്കൂൾ ശ്രീശങ്കര വിദ്യാലയത്തിൽ ഇന്ന് LKG മുതൽ 7ാം ക്ലാസ് വരെ 275ഓളം കുട്ടികൾ അധ്യയനം നടത്തുന്നുണ്ട്. അവർ വിദ്യാഭ്യാസ രംഗത്തായാലും കലാ സാംസ്കാരിക രംഗത്തായാലും ഏറെ മുൻപന്തിയിലാണ്. അതെ, നമുക്ക് തികച്ചും ഈ നമ്മുടെ കരയോഗം ഭാരവാഹികൾ നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളിലൂടെ പോകുന്ന, ഒത്തൊരുമയോടെ പോകുന്ന PTA-യും അർപ്പണ മനോഭാവത്തോടെ പോകുന്ന അധ്യാപകരും അനധ്യാപകരുമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. 44ാമത് സ്കൂൾ വാർഷികമാണ് ഇന്ന് ഇവിടെ ആഘോഷിക്കുന്നത്. നമ്മുടെ എന്തിനും നമ്മോടൊപ്പം നിൽക്കുന്ന അധ്യക്ഷൻ PTA പ്രസിഡന്റ് ശ്രീ അനൂപ് ഉണ്ണികൃഷ്ണനെ ഞാൻ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വേണു കണ്ടരിമഠത്തിൽ അവർകളാണ്. അദ്ദേഹം കാർഷിക രംഗത്തായാലും നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിലായാലും കഠിനാധ്വാനിയും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളുമാണ്. അദ്ദേഹത്തെ ഞാൻ ഏറ്റവും ആദരവോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞങ്ങൾക്ക് വേണ്ടതായ നിർദ്ദേശങ്ങൾ തന്ന് ഞങ്ങളെ ശരിയായ രീതിയിൽ നയിച്ചു കൊണ്ടുപോകുന്ന ഞങ്ങളുടെ സ്കൂൾ മാനേജർ ശ്രീ PS സാഗരൻ മാസ്റ്റർ അവരെ ഞാൻ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
മുഖ്യാതിഥിയായി നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ പീശപ്പള്ളി രാജീവൻ അവർകളാണ്. അദ്ദേഹം കഥകളിയിലെ സുപ്രസിദ്ധ കഥകളി കലാകാരനും നാടക നടനും മികച്ച വാഗ്മിയുമാണ്. അദ്ദേഹത്തിൻ്റെ നമ്മുടെ വിദ്യാലയത്തിൽ എത്തിയിട്ടില്ല എങ്കിലും അദ്ദേഹം നമുക്ക് കിഡ്സ് ഫെസ്റ്റ് ഓൺലൈനിലൂടെ നമ്മുടെ കൂടെ പങ്കുചേർന്നിട്ടുള്ള മാന്യ വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഈ നാടും ഈ കലാഗ്രാമവും ഈ നമ്മുടെ വിദ്യാലയവും പരിചയപ്പെടുത്താനായിട്ട് അദ്ദേഹം ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ നടനമൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും ഞങ്ങൾ യൂട്യൂബിലൂടെയൊക്കെ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മികച്ച പ്രവർത്തനങ്ങളൊക്കെ കാണുന്നുണ്ട്. അദ്ദേഹത്തെ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൾച്ചറൽ പ്രോഗ്രാം ഇനാഗുറേഷൻ ചെയ്യാനെത്തിയിരിക്കുന്നത് ആധുനിക ലോകത്തെ വെല്ലുവിളിയായിട്ടുള്ള ലഹരിക്കെതിരെ മോണോ ആക്ട് നടത്തി ഒറ്റയാൾ പോരാട്ടത്തിലൂടെ മുന്നേറിയ നമ്മുടെ ചെറുപ്പം കലാകാരൻ ശ്രീ രതീഷ് വരവൂരാണ്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമുക്ക് കാണാം. നമ്മുടെ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഒരറിവാകും എന്നുള്ളതിൽ സംശയമില്ല. അദ്ദേഹത്തെ ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ വിദ്യാലയങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ഞങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നതും ഏറ്റവും ജനസമ്മതനുമായ ഞങ്ങളുടെ വാർഡ് മെമ്പർ PG സത്യപാലൻ അവർകളെ ഞാൻ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്കൂൾ ചെയർമാൻ കരയോഗം പ്രസിഡന്റ് ആയ ശ്രീ ജയകുമാർ പാറാട്ട് അവർകളെ ഞാൻ ഏറ്റവും ആദരവോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പൂർവ്വ വിദ്യാർത്ഥികൾ എന്നും നമ്മുടെ സ്കൂളിൻ്റെ ഒരു അസറ്റാണ്. അതെ, നമ്മുടെ ഇന്നത്തെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഗായത്രിയാണ്. ഗായത്രി MA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനിലെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആൻഡ് ഗോൾഡ് മെഡലിസ്റ്റാണ്. ഇപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി എറണാകുളം സെൻറ്റ് തെരേസാസിൽ ജോലി ചെയ്തു വരുന്നു. ഏറ്റവും അഭിമാനത്തോടെ ഞാൻ ഗായത്രിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ NSS വനിതാ സമാജം കരയോഗം പ്രവർത്തനങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ നേതൃത്വം നയിച്ചു കൊണ്ടുപോകുന്ന നമ്മുടെ NSS വനിതാ സമാജം പ്രസിഡന്റ് മിനി ടീച്ചറെ ഞാൻ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് PTA MPTA ആണ്. ഞങ്ങളുടെ ഏത് സ്കൂളിൻ്റെ ഏത് പ്രവർത്തനങ്ങളിലും ഞങ്ങളോടൊപ്പം നിന്ന് സഹകരിച്ചു പോകുന്ന MPTA പ്രസിഡന്റ് ജോമോളിനെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി അറിയിക്കുന്ന സ്കൂൾ ലീഡർ അനന്തകൃഷ്ണൻ, റിപ്പോർട്ട് വായിക്കുന്ന ദിവ്യ ടീച്ചർ, നന്ദി പ്രകാശിപ്പിക്കുന്ന രഞ്ജിനി ടീച്ചർ എന്നിവരെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതെ, ഇന്നിവിടെ നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറുകയാണ്. അതിനുവേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പേരൻസ്, ഗ്രാൻഡ് പേരൻസ്, വിദ്യാർത്ഥിനികൾ, മുൻ മാനേജേഴ്സ്, ഹെഡ് മാസ്റ്റേഴ്സ്, കരയോഗം, NSS വനിതാ സമാജം, മാനേജ്മെൻറ്റ് കമ്മിറ്റി, അധ്യാപകർ, അനധ്യാപകർ എന്നുവേണ്ട എല്ലാ നല്ലവരായ നാട്ടുകാരെയും, അധ്യാപകർ, അനധ്യാപകർ എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Moving ahead, we will now proceed to our next presenter who has prepared valuable insights and activities of our institution. Our staff representative is here to present our school report. Good evening, everybody. According to Tagore, the aim of education is self-realization. It means the realization of universal soul. It is rightly said, through knowledge, one became conscious of human unity among human beings. We are grateful to the Almighty God for all blessings bestowed upon us every year after year. Especially during the academic year 2023-24, Sri Shankara has been stepping from success to success all through the years since its humble beginning in the 80s under the aegis of Chettarikal NSS Karayogam. With great pleasure, I present the heights of past academic year as the 44th annual report.
curricular and co-curricular activities of the year. A host of co-curricular activities have been organized during this year. Praveshnotsavam was organized for welcoming our new children in a splendid way on 1st June. Our ward member, Sri P.G. Satyabalan, inaugurated the function and our PTA president presided over the meeting. We have great pleasure to announce that one of our old students, Reverend Father Martin Vidayati, gave an inspiring class to our parents on that occasion. PTA members, along with staff and management, gave a warm welcome to our little buds. I am glad to inform that there was a remarkable increase in our student strength among other institutions in this locality. The World Environment Day was celebrated in our school by planting trees supplied by Social Forestry, Chalakudi. Srija teacher, MAMHS Korati, inaugurated Vayana Dinam and gave an encouraging speech. Library Council conducted a quiz competition in connection with Vayana Dinam, and our student Anandakrishnan NS and Vaishnav Madhu of Standard 7 got prizes. In the sub-district level quiz competition conducted by Library Council, Anandakrishnan got 3rd prize and selected for the district level. School Parliament election was conducted on 7th July. Master Anandakrishnan NS was elected as our school leader and David Sabu as assistant school leader. നമ്മളിന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ശ്രീശങ്കര സ്കൂളിൻ്റെ 44ാമത്തെ വാർഷികാഘോഷത്തിന് വേണ്ടിയിട്ടാണ്. ഓർത്തു നോക്കൂ, 44 വർഷം. അടുത്തൊരു 6 കൊല്ലം കൂടെ കഴിഞ്ഞാൽ നമ്മൾ സുവർണ ജൂബിലി ആഘോഷത്തിലേക്കായിരിക്കും കടക്കണ്ടാവുക. പക്ഷേ ഈ പ്രോഗ്രാം ഇന്ന് ഇവിടെ വെച്ച് നടത്താനായിട്ട് ആലോചിച്ചപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു അത് ആ സ്കൂളിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഒരു പക്ഷേ ഇവിടെ വെച്ച് നടത്തുന്നതോടുകൂടി ഇല്ലാണ്ടാവും, അത് ശരിക്കും നടത്തേണ്ടത് സ്കൂളിലല്ലേ എന്നൊക്കെ. അപ്പോഴാണ് ജയശ്രീ ടീച്ചറും ബാക്കി മുതിർന്ന കുറച്ച് ഈ പ്രദേശത്തെ ആൾക്കാരും പറഞ്ഞത് ഈ സ്കൂളിൻ്റെ ശരിക്കും മൂലസ്ഥാനം എന്ന് പറയുന്നത് 1980കളിൽ നിങ്ങളിരിക്കുന്നതിൻ്റെ തൊട്ട് പുറകിലായിരുന്നു. എത്ര പേർക്ക് ഓർമ്മയുണ്ടാവും എന്നുള്ളത് അറിയില്ല. അന്ന് ഞാനും 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളാണ്, ഈ സ്കൂളിലല്ല, വേറെ സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് 2000 ഈ സ്കൂള് ശരിക്കും ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പുതിയ ഒരു കെട്ടിടമൊക്കെ കെട്ടി ഈ ലെവലിലേക്ക് എത്തിയത് 2000 ഈ ദീർഘമായിട്ടുള്ള ഈ 44 കൊല്ലത്തിൽ ഇംഗ്ലീഷ് മീഡിയം എന്നുള്ള ഒരു ആശയം അന്ന് 1980 തന്നെ ഇവിടുത്തെ അന്നത്തെ കരയോഗത്തിലെ ആൾക്കാരും എല്ലാവരും ആലോചിച്ച് അങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത് തന്നെ നമുക്ക് ശരിക്കും ഇന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അന്നേ അവർ അത്രയും ദീർഘവീക്ഷണത്തോടുകൂടി നടപ്പിലാക്കാൻ നോക്കിയൊരു സംഭവമാണ്. ഇപ്പോൾ 44 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഒരു പക്ഷേ ഒരു പാതി വഴിയിൽ മാത്രമാണ് ഇംഗ്ലീഷ് മീഡിയം എന്നുള്ളതിൻ്റെ സാക്ഷാത്കാരത്തിൽ നിൽക്കുന്നത്. സദസ്സിലും വേദിയിലും ഉപവിഷ്ടരായിരിക്കുന്ന മഹനീയ വ്യക്തിത്വങ്ങളെ, 44ാമത്തെ പിറന്നാൾ ആഘോഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന കൊച്ചുകുട്ടികളെ, നിങ്ങൾക്ക് ഒറ്റ വാക്കിൽ എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുകയാണ്. ഇനി സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 വർഷം തുടർച്ചയായി മാനേജസ്ഥാനത്ത് നിൽക്കുന്ന എനിക്ക് ഈ കരയോഗ അംഗങ്ങളുടെ നിർലോഭമായിട്ടുള്ള സഹകരണം എല്ലാ രംഗത്തും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒരു സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് എൻ്റെ ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുകയാണ്. സ്കൂൾ ബസ്സിൻ്റെ ചുമതലകൾ, സ്കൂളിൻ്റെ ആഭ്യന്തര ഡിസിപ്ലിൻ്റെ കാര്യങ്ങൾ, സ്കൂൾ അക്കൗണ്ടിൻ്റെ കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള 100 പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ വിദഗ്ധരായിട്ടുള്ള മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ് നമ്മുടെ വിദ്യാലയത്തിലുള്ളത്. ഈ കമ്മിറ്റിയുടെ
അധികാര പരിധിയിൽ പെടാത്തതായ ഒരു വിഷയങ്ങളുമില്ല. ഒരുപക്ഷെ മാനേജർ എന്ന നിലയിൽ എനിക്ക് എന്നും സഹായം ചെയ്തിരിക്കുന്നത് ഈ സ്കൂൾ കമ്മിറ്റിയാണ്. ഞാൻ എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും സ്വാഗതം ചെയ്യുകയും അവർക്ക് നന്ദി രേഖപ്പെടുത്തുകയും കൂടി ചെയ്യുകയാണ്. പിന്നെ ഈ വേദിയിലിരിക്കുന്ന നിരവധി ആളുകൾ, മുൻ പ്രസിഡൻറ്റുമാർ, മാനേജർമാർ, ക്ഷണിക്കപ്പെട്ട വാർഡ് മെമ്പേഴ്സ്, കുട്ടികൾ, രക്ഷകർത്താക്കൾ എല്ലാവരും കൂടി ഉണ്ട്. ഇവർക്കെല്ലാം എൻ്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് നമസ്കാരം. Now, I would like to call on the stage our respected guest, Mr. Venu Kandarumadhathil, Honorable President Block Panchayat Chalakudi, and other guests on the dais for lighting the lamp. দেখো আলো এ আলো ആകാശ് দেখো. എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞ് സമയം കളയാൻ സമയമല്ല. അതുകൊണ്ട് സ്കൂളിൻ്റെ HM, ഈ വാർഡിൻ്റെ മെമ്പർ ഗ്രാമപഞ്ചായത്ത് സത്യപാലൻ അവർകൾ, വിശിഷ്ട വ്യക്തികളെ, ടീച്ചേഴ്സ്, നമ്മുടെ കുട്ടികളുണ്ട് ഇവിടെ, അവരുടെ പാരൻസ് ഉണ്ട്. അധികം ഒരു വലിയ പ്രസംഗത്തിൻ്റെ സമയമല്ല. കലാകാരന്മാരും കലാകഴിവുകളൊക്കെ നമ്മൾക്ക് കണ്ട് പഠിക്കേണ്ട ഗുരുക്കന്മാരാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. അവരുടെയും പരിപാടികൾ നടത്തണം. സാധാരണ സ്കൂളുകളിൽ നടത്തുന്ന പോലെയല്ല. സമയം വൈകിയാൽ നമ്മുടെ കുട്ടികളെല്ലാവരും അതിൽ ആവശ്യതരാവും. തീർച്ചയായിട്ടും 2-3 ഓർമ്മപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് ഇവിടെയുള്ള പാരൻസിനോട് പറയാനുള്ളത്. ഏകദേശം ഞാനൊക്കെ ഒരു 40 വർഷം മുമ്പ്, പക്ഷെ കൃത്യം ഡേറ്റ് ഞാൻ പറയേണ്ട ഇവിടെ പറഞ്ഞെങ്കിൽ പോലും, ചാലക്കുടിയിൽ ബ്ലോക്കിൻ്റെ പരിധിയിൽ ആകെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങിയത് കാർമൽ സ്കൂളാണ്. ആ കാർമൽ സ്കൂൾ തുടങ്ങി 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഈ NSSൻ്റെ ഭാരവാഹികൾ, എൻ്റെ വീടിരിക്കുന്ന സ്ഥലത്ത് എൻ്റെ വാർഡ് മെമ്പറായിരുന്ന പീതാംബരം മാഷ് അന്ന് ഇതിൽ കമ്മിറ്റിയിലുണ്ട്. വളു സ്കൂളിൻ്റെ HM ആയിട്ടാണ് അദ്ദേഹം റിട്ടയർഡ് ചെയ്തത്. അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി. ആ കാലഘട്ടത്ത് ചെറ്റാരിക്കൽ NS കരയോഗം 4 അക്ഷരം ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്നുള്ള ആ ദൗത്യം ഏറ്റെടുത്ത് തുടങ്ങിയ ഒരു സ്ഥാപനമാണിത്. അതിനുശേഷം നമ്മുടെ ഇഷ്ടംപോലെ സ്കൂളുകളുണ്ടായിരുന്നു, മാനേജ്മെൻറ്റ് സ്കൂളുണ്ടായിരുന്നു. അവർക്കൊന്നും ഇത്തരത്തിലുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ആ ബുദ്ധി അവർക്കുണ്ടായിരുന്നില്ല. അത് NSS കരയോഗത്തിൻ്റെ അന്നത്തെ ഭാരവാഹികൾ അത് സംഭാവന ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് ഇംഗ്ലീഷ് സംസാരിക്കാനും ഇംഗ്ലീഷിനെ കുറിച്ച് വളർത്തിയെടുക്കാനും ഇത്തരത്തിലൊരു സ്ഥാപനം തുടങ്ങി എന്നുള്ളത് വളരെ അവരെ അന്നത്തെ ആ ആളുകളെ അഭിനന്ദിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗം നിർത്തുന്നു. കുറച്ച് സമയം ഞാനിവിടെ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു പ്രസംഗത്തിൻ്റെ സമയമല്ല എന്നും ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അതേപോലെ തന്നെ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Kathakali
എന്ന മഹത്തായ കലയെ തൻ്റെ മികച്ച പ്രകടനങ്ങളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ അനായാസം സാധിക്കുന്ന ഒരു കലാകാരൻ. അത്ഭുതപ്പെടുത്തുന്ന അഭിനയചാരുതയാൽ അനേകം മനസ്സുകളിൽ ആരാധ്യനായ നടൻ. നമ്മുടെ ഭാഗ്യമെന്നേ പറയണ്ടൂ ഇന്ന് വിശിഷ്ടാതിഥിയായി അദ്ദേഹത്തെ ലഭിച്ചത്. ഏറെ സന്തോഷത്തോടെ അഭിമാനത്തോടെ അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ അനൂപിനെയും മൊമെൻറ്റോ നൽകുന്നതിനായി ശ്രീ സാഗരൻ മാസ്റ്ററെയും ക്ഷണിക്കുന്നു. ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കാം. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, എന്നെ ക്ഷണിച്ചപ്പോൾ എൻ്റെ എന്തോ കാണാൻ വേണ്ടി നിങ്ങളിരിക്കുക എന്നുള്ളൊരു ധാരണയൊക്കെ എനിക്ക് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങളിവിടെ ഇരിക്കുന്നത് അതിനല്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ചുണ്ടത്ത് ചായയൊക്കെ തേച്ച് കുട്ടികൾ ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ഒക്കെ തയ്യാറായി നിൽക്കുമ്പോൾ ഈ ചങ്ങായി വന്ന് വെറുതെ വെടായി പറയണത് എന്തിനാണെന്നാണ് നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. പക്ഷെ ഇത്ര ദൂരം യാത്ര ചെയ്ത് ഇവിടെ വരെ വന്നിട്ട് 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ മോശമാണല്ലോ എന്ന് കരുതി കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ എന്നെ ക്ഷണിച്ചപ്പോൾ ഈ ഇംഗ്ലീഷ് മീഡിയവും ഞാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇത്രയും ദിവസം ഇവിടെ നിന്നുള്ള ക്ഷണം കിട്ടിയ അന്ന് മുതൽ ഞാൻ ആലോചിക്കുന്നത്. ഇംഗ്ലീഷും ഞാനും തമ്മിൽ നല്ല ബന്ധമാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ മിണ്ടാറില്ല. ഇംഗ്ലീഷും ഞാനും പരസ്പരം മിണ്ടാറില്ല. അത്ര ആത്മബന്ധമാണ് ഞാനും ഇംഗ്ലീഷും തമ്മിൽ. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്നെപ്പോലെ ബുദ്ധിമാന്മാരായ കുട്ടികളൊക്കെ പിന്നിലത്തെ ബെഞ്ചിലാണ് ഇരിക്കുക. ബുദ്ധിമാന്മാരെ എവിടെ ഇരുന്നാലും പഠിക്കും. കുറച്ച് കഴിവ് കുറഞ്ഞ കുട്ടികളെയൊക്കെയാണ് അന്നത്തെ കാലത്ത് മുൻപിൽ കൊണ്ടിരുത്തുക. ഞങ്ങൾ ബാക്ക് ബെഞ്ചേഴ്സാണ് സ്കൂളിൻ്റെ പൾസ്. സ്കൂളിൻ്റെ ഹൃദയമിടിപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ പിന്നിലെ ബെഞ്ചിലെ കുട്ടികളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ ഞങ്ങൾ ആഹ്ലാദത്തോടെ അഭ്യസിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഇഷ്ടമല്ലാത്ത വിഷയങ്ങളെ ഞങ്ങൾ വളരെ സമർത്ഥമായി മാറ്റി നിർത്താറുണ്ട്. അതിലൊന്നാണ് കണക്ക്. പക്ഷെ കണക്ക് എന്നുള്ള വിഷയം ആണ് ശരിക്ക് ഒരു മുഖം കൊണ്ട് ഗോഷ്ഠി കാണിച്ച് ജീവിക്കാനുള്ളൊരു മാർഗം എനിക്ക് കാണിച്ചു തന്നത്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ തന്നെയാണ് എൻ്റെ കണക്ക് ടീച്ചറും. അപ്പോൾ എനിക്ക് കണക്കിന് എല്ലാ പരീക്ഷയിലും ഫുള്ള് മാർക്കാണ് കിട്ടുക. ഇതാണല്ലോ ഫുള്ള്, മറ്റേ ഹാഫല്ലേ അവിടെ. അപ്പോൾ ടീച്ചർ ഞാനുമായിട്ട് നല്ല ബന്ധമാവുമല്ലോ, സ്വാഭാവികം. ഒരു ദിവസം, ഒരു വെള്ളിയാഴ്ച ദിവസം, ഫസ്റ്റ് പീരീഡ് മാത്സ്, ലാസ്റ്റ് പീരീഡ് മാത്സ്. ഒരു പീരീഡ് തന്നെ എങ്ങനെ സഹിക്കണമെന്ന് നമുക്കേ അറിയുള്ളൂ. ലാസ്റ്റ് പീരീഡ് വന്നിട്ട് അപ്പോൾ ഈ ലസാഗു എന്നൊരു സാധനം പഠിപ്പിക്കുകയാണ്. LCM എന്ന് ഇംഗ്ലീഷിൽ പറയും. എനിക്കതല്ല, ഞങ്ങൾ ബാക്ക് ബെഞ്ചേഴ്സിൻ്റെ ഒന്നും വിഷയമല്ല. ഞങ്ങളുടെ ലസാഗുവും ഉസാഖയൊക്കെ വേറെയാണ്. ഏതായാലും ലാസ്റ്റ് പീരീഡ് ടീച്ചർ വന്ന് 10 HW തന്നു. HW പറഞ്ഞ കുട്ടികൾക്ക് അറിയുണ്ടാവും, ഹോംവർക്ക്. അപ്പോൾ ഈ HW ആയിട്ട് വെള്ളിയാഴ്ച വീട്ടിലേക്ക് പോയി. ശനി ഞായറും അവധിയാണ്. തിങ്കളാഴ്ച ഞങ്ങൾ ഈ ബുദ്ധിമാന്മാരായ ബാക്ക് ബെഞ്ചേഴ്സ് ടൈം ടേബിൾ നോക്കിയിട്ടല്ല പുസ്തകം കൊണ്ടുവരിക. ഞങ്ങൾക്ക് എന്നും ഒരേ കെട്ട് പുസ്തകം. അപ്പോൾ വെള്ളിയാഴ്ച എറിഞ്ഞ അതേ പൊസിഷനിൽ കിടക്കേണ്ട പുസ്തകം അവനെ ഒതുക്കി വെച്ച്, അന്ന് ഈ ബാഗൊന്നുമില്ല, എല്ലാം കൂടി ഒരു എലാസ്റ്റിക് കൊണ്ട് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ചോറും പാത്രം ഫിറ്റ് ചെയ്ത് ഈ ഹനുമാൻ മരുത്വാമല ചുവന്നുണ്ടോണ പോലെയാണ് നമ്മൾ സ്കൂളിലേക്ക് പോവുക. ഞാൻ നല്ല അച്ചടക്കമുള്ള വിദ്യാർത്ഥിയായതുകൊണ്ട് നേരത്തെ സ്കൂൾ കോമ്പൗണ്ടിലെത്തി. അവിടെ മാവ്, ഞാവല് തുടങ്ങിയ മരങ്ങളുണ്ട്. ബാക്ക് ബെഞ്ചിലേക്ക് പുസ്തകക്കെട്ട് വലിച്ചെറിഞ്ഞ് ഞാൻ മാവിൻ്റെ മുകളിലേക്ക് പിടച്ച് കയറിയപ്പോൾ ക്ലാസ് ലീഡർ അനൂപ്, അവൻ ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന ആളാണ്, അവൻ ചോട്ടിന് ചോദിച്ചു, എടാ ഹോംവർക്ക് ചെയ്ത് ചോദിച്ചു. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ഞാൻ ഇടിവെട്ട് കൊണ്ട പോലെ മാവിൻ്റെ മുകളിൽ നിന്ന് ഊർന്നിറങ്ങി. എന്നിട്ട് അവനോട് ചോദിച്ചു, ടീച്ചർ വന്നിട്ടുണ്ടോ? ഓ വന്നേക്കണു. നോക്കുമ്പോൾ പച്ച പട്ടുസാരിയൊക്കെ ചുറ്റിരിക്കുന്നുണ്ട് സ്റ്റാഫ് റൂമിൽ.
അന്ന് എനിക്ക് കാര്യം മനസ്സിലായി, ഈ മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചർമാർ ലീവ് എടുക്കുകയേയില്ല. ഈ മലയാളം, സോഷ്യൽ സ്റ്റഡീസ് ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ ഇടയ്ക്കും തലയ്ക്കൊക്കെ ലീവ് എടുത്ത് നമ്മളെ സഹായിക്കും. ഈ കണക്ക് പഠിപ്പിക്കുന്ന ടീച്ചർമാർ ലീവ് എടുക്കുകയില്ല. കാരണം എന്ന് വെച്ചാൽ അക്കാഡമിക് ഇയർ തുടങ്ങിയാൽ ഇവർ കൂട്ടിയും കിഴിച്ചും കുണിച്ചും ഹരിച്ചും ലസാഗും ഉസാഗയും കണ്ടിരിക്കുക. പിന്നെ എങ്ങനെ ലീവ് എടുക്കാൻ പറ്റുക? അപ്പം 10 കണക്ക് ഞാൻ ചെയ്തിട്ടില്ല. 2 കയ്യിലും 5 അടിക്കുള്ള എല്ലാ അർഹതയും എനിക്കുണ്ട്. അപ്പം ഞാൻ ക്ലാസ്സിൽ എൻ്റെ സുഹൃത്തുക്കളെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചിരുന്ന എല്ലാവരോടും ആ മാത്സ് നോട്ട്ബുക്ക് ഒന്ന് തരുമോ, ഞാൻ ആ കണക്ക് കോപ്പി അടിച്ചോളാം. ആരും തന്നില്ല. അന്ന് ഞങ്ങളുടെ സ്കൂളിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഒരു ഏർപ്പാടുണ്ട്. ഓപ്പൺ അസംബ്ലി എന്നാണ് പറയുക. വെയിലത്ത് കൊണ്ട് നിർത്തുക, വെളിച്ചെണ്ണ വെച്ച് കുളിച്ചിട്ടൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഈ വെയിലും കൊണ്ട് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്നൊക്കെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഇന്ത്യൻ്റെ രാജ്യമാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ കുട്ടികളെ ബുദ്ധിമുട്ടിക്കുക. അപ്പോൾ തിങ്കൾ, ബുധൻ, വെള്ളി. അപ്പോൾ തിങ്കളാഴ്ച അസംബ്ലി ഉണ്ട്. പക്ഷേ ഈ പനി, ജലദോഷം, തലവേദന ഇത്യാദി അസുഖങ്ങളുള്ളവർക്ക് എക്സംഷൻ ഉണ്ട്. അവർ അസംബ്ലിക്ക് നിൽക്കണ്ട. അപ്പോൾ ഞാൻ ക്ലാസ് ടീച്ചർ അനുവിനോട് പറഞ്ഞാൽ എനിക്ക് തലവേദനിച്ചിട്ട് പോയി, ഞാൻ അസംബ്ലിക്ക് നിൽക്കുന്നില്ല പറഞ്ഞു. ശരി, ഞാൻ ടീച്ചർ ചോദിച്ചാൽ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ഓൻ പോയി. എല്ലാവരും അസംബ്ലിക്ക് പോയി. ഞാൻ ബാക്ക് ബെഞ്ചിൽ തലവേദന അഭിനയിച്ച് കിടന്നു. എല്ലാവരും പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തല പൊന്തിച്ചു, ഫ്രണ്ട് ബെഞ്ചിലേക്ക് ചാടി. എന്നിട്ട് അവരുടെ പുസ്തകക്കെട്ടുകൾ പരതി നോക്കുമ്പോൾ ഞാൻ മനസ്സിൽ കണ്ടത് അവർ മാനത്ത് കണ്ടിരുന്നു. അവരെല്ലാവരും കണക്ക് നോട്ട്ബുക്ക് ട്രൗസറിൻ്റെ ഉള്ളിൽ തിരികിയിട്ടാണ് അസംബ്ലിക്ക് പോയി നിൽക്കുന്നത്. എന്നിട്ട് അവിടെ ചെന്ന് പ്രതിജ്ഞ എടുക്കുകയാണ്, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരെൻ്റെ സഹോദരി സഹോദരൻ. അപ്പം ഞാനെന്താ അതിൽ പെട്ടതല്ലേ? കണക്ക് ചെയ്യാൻ നിശ്ചയില്ലാത്തൊരു സുഹൃത്ത് അവന് കണക്ക് നോട്ട്ബുക്ക് ഒന്ന് കൊടുക്കാതെ അത് ട്രൗസറിൻ്റെ ഉള്ളിൽ തിരികിയിട്ട് അവിടെ പോയിട്ട് പ്രതിജ്ഞ എടുക്കുകയാണ്, ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എനിക്ക് പ്രതിജ്ഞയുള്ള വിശ്വാസമൊക്കെ അന്നേ നശിച്ചു. ഈ മീൻ വാങ്ങിയാൽ മീൻ വെക്കണോ വറക്കണോ എന്ന് ആരാ തീരുമാനിക്കുക? മീനല്ലല്ലോ. മീനിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? മീനിൻ്റെ മുഖത്തൊരു ഭാവം ഉണ്ടാവും. നിങ്ങൾ കറി വെക്കുക, വർക്ക് എന്താ ചെയ്തോളൂ. ഈ മട്ടിൽ ഞാൻ ടീച്ചറുടെ മുഖത്തേക്ക് നിങ്ങൾ കൊല്ല്, വളർത്ത്, എന്താ ചെയ്തോളൂ എന്നുള്ള മട്ടിൽ. അപ്പോൾ ടീച്ചർ അപ്പോൾ ഞാൻ ഹോംവർക്ക് ചെയ്തില്ലേന്ന് ടീച്ചർക്ക് ദേഷ്യം വന്നു. ഞാനങ്ങോട്ട് വന്നുണ്ടല്ലോ എന്ന് ടീച്ചർ പറയും. എന്നിലെ നടൻ സട കുടഞ്ഞെണീറ്റു. കാരണം ചെന്ന് വാങ്ങുന്ന അടിയേക്കാൾ ശക്തി കൂടും വന്ന് തരുന്ന അടിക്ക്. അനുഭവം കൊണ്ട് പറയാണ്. അതിൽ ഈ പ്രവേഗം എന്നൊക്കെ ഫിസിക്സിൽ പഠിക്കുന്ന സാധനം കൂടി ചേരുവരെ. അപ്പോൾ ഞാനങ്ങോട്ട് വന്നാണ്ടല്ലോ എന്ന് ടീച്ചർ പറയും. എന്നിലെ നടൻ സട കുടഞ്ഞെണീറ്റു. ഞാനൊരൊറ്റ കരച്ചിൽ, അട്ടം പൊട്ടണ കരച്ചിൽ മാത്രമല്ല, ഡയലോഗും കിട്ടും. വെള്ളിയാഴ്ച സ്കൂളിൽ വിട്ടപ്പോൾ തുടങ്ങിയ വയറുവേദന ടീച്ചർ എപ്പോഴും മാറിയിട്ടില്ല. ടീച്ചർ വേഗം ഇരുന്നോയി. ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ മുഖത്ത് നോക്കി, അബൂബക്കർ. ഓൻ പറഞ്ഞു, കീപ്പ് ഇറ്റ് അപ്പ്. അപ്പോൾ അഭിനയത്തിൻ്റെ ബാലപാഠങ്ങൾ വിദ്യാലയാന്തരീക്ഷത്തിൽ പഠിക്കും എന്ന് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചതുപോലെ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും ജീവിത പാഠത്തിൻ്റെ അനുഭവങ്ങൾ ധാരാളം സ്കൂൾ അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. ഒരു ഇംഗ്ലീഷ് കഥയും കൂടി പറഞ്ഞിട്ട് അവസാനം. കഥയല്ല, എൻ്റെ അനുഭവമാണ്. ശ്രീകൃഷ്ണപുരത്ത് അടുത്തൊരു കഥകളിക്ക് പോകാൻ വേണ്ടി ഞാൻ തിരുവാഴിയോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് ഇറങ്ങി നിൽക്കാൻ. അവിടുന്ന് അങ്ങോട്ട് പരിയാനംപറ്റക്കാവ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് കഥകളി. അവിടുന്ന് ബസ് കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങി നിൽക്കുമ്പോൾ ഒരു സായിപ്പും മദാമയും കലാമണ്ഡലത്തിൽ നിന്നാണ് തോന്നുന്നു അവിടെ ബസ്സിൽ വന്നിറങ്ങി. സായിപ്പിനെ കണ്ട കഥകളിക്കാർക്ക് മനസ്സിൽ ലഡ്ഡു പൊട്ടും. കാരണം വല്ല വിദേശയാത്രയും തുടങ്ങിയാലോന്ന് ചോദിച്ചു. വെറുതെ സായിപ്പിനെ കണ്ടപ്പോൾ ഞാൻ ഹായ് എന്ന് പറഞ്ഞു. കുടുങ്ങിയില്ലേ? സായിപ്പും മദാമയും റോഡ് ക്രോസ് ചെയ്തിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ഇനി എന്തായും ഇവരോട് പറയാൻ എനിക്കറിയില്ല. ഞാൻ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച സ്മൈലിംഗ് വർക്ക് മുതൽ ജോസഫ് മാഷ് വരെ എല്ലാവരെയും ഞാൻ മനസ്സിൽ വിചാരിച്ചു. അത് ഇനി സായിപ്പിനെ ചോദിച്ചു, കുഡ് യു പ്ലീസ് ഹെൽപ്പ് അസ് ടു റീച്ച് പരിയാനംപറ്റക്കാവ് ചോദിച്ചു. അപ്പോൾ സായിപ്പ് നിർത്തി കുഡ് യു പ്ലീസ് ഹെൽപ്പ് അസ് ടു റീച്ച് പരിയാനംപറ്റക്കാവ്. ഓ, സായിപ്പിനും പരിയാനംപറ്റക്കാവിലേക്കാണ് പോകേണ്ടതെന്ന് ചോദിച്ചത്. ഞാനും അങ്ങോട്ടാണ് എൻ്റെ കൂടെ പോകുന്നോളി എന്നാണ് പറയേണ്ടത്. പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് കിട്ടണ്ടേ. എനിക്ക് ആകെ കിട്ടിയത് ഒരു ഗോ വെച്ചിട്ട് തിരുവാഴിയോട് നിൽക്കുന്ന സായിപ്പിനെയും മദാമയും പരിയാനംപറ്റക്കാവിലേക്ക് എത്തിക്കണം. ഞാൻ പറഞ്ഞു, സായിപ്പേ ഗോ 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 കുറേ സ്റ്റെപ്പുണ്ട് പരിയാനംപറ്റക്കാവിലേക്ക്. എൻ്റെ ജീവിതാനുഭവം ഈ ഗോ കൊണ്ട് തിരുവാഴിയോടുന്ന് പരിയാനംപറ്റക്കാവ് വരെ സായിപ്പിനെയും മദാമയും എത്തിക്കേണ്ട ഗതികേട് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ. അതിന് ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെ ഭാഷാ പഠനം, അത് ഏത് ഭാഷയായാലും ആ ഭാഷ പഠിക്കുകയും
ആ ഭാഷ പ്രയോഗിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ശീലമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും ഇവിടെ വരാൻ സാധിച്ചതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ലഹരിക്കെതിരെ ഒറ്റയാൾ പോരാട്ടവുമായി രതീഷ് വരവൂർ. അനേകം വേദികളിൽ ലഹരിക്കെതിരെ സന്ദേശം പ്രചരിപ്പിക്കുന്ന ഏകാഭിനയം അവതരിപ്പിച്ച് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് സ്വന്തമാക്കിയ വ്യക്തിയാണ് ഇദ്ദേഹം. കേരളത്തിനകത്തും പുറത്തും നിരവധി വേദികൾ പിന്നിട്ട് ഇന്നിതാ നമ്മുടെ മുൻപിൽ എത്തി നിൽക്കുന്നു. നമ്മുടെ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന ഇദ്ദേഹത്തെ ആദരിക്കുന്നതിനായി ശ്രീ ജയകുമാർ പാറാട്ട് അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മൊമൻറ്റോ നൽകി ആദരിക്കുന്നത് ശ്രീ വേണു കണ്ടരുമഠത്തിൽ. ബഹുമാനപ്പെട്ട വേദിയുടെ അധ്യക്ഷൻ PTA പ്രസിഡന്റ് അനൂപ് സർ, യോഗം ഉദ്ഘാടനം ചെയ്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു സർ, മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും നമ്മളെയൊക്കെ സരസമായ ഭാഷയിൽ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട കലാകാരൻ, ലോകമറിയുന്ന കലാകാരൻ, പ്രിയപ്പെട്ട ആദരണീയനായ രാജീവേട്ടൻ, ജയശ്രീ ടീച്ചർ, സ്കൂൾ മാനേജർ സാഗരൻ സാർ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, കുട്ടികളെ, കലാപരിപാടികളുടെ ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. രാജീവേട്ടനെ പോലെ ഒരാൾ, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളിവിടെ ഇരിക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത് തീർത്തും അനൗദ്യോഗികമല്ലേ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളാണ്. നമ്മൾ കഥകളി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു കഥകളി ആർട്ടിസ്റ്റാണ്, ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ അവൻ കലാകാരൻ. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അവിടെ ചെറിയ സാധനം ഉണ്ടാവും കഥകളിയുടെ. ഒരു വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു സംഗതിയാണ് കല എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് കഥകളിയാണ്. കല എന്ന് പറയുന്നത് ഒരു വലിയ ആയുധം കൂടിയാണ്. നമുക്ക് സമൂഹത്തിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിനോട് സംവദിക്കാൻ അല്ലെങ്കിൽ സമൂഹത്തിലൂടെ പോരാട്ടം നടത്താൻ പറ്റുന്ന ഒരായുധം കൂടിയാണ് കല. അത്തരത്തിൽ ഉള്ള ഒരു മോണോ ആക്ട് എന്ന് പറയുന്ന കലയെ ഉപയോഗിച്ച് ഇന്ന് സമൂഹം നേരിടുന്ന ലഹരി എന്ന് പറയുന്ന വിപത്തിനെതിരെ ചെറിയ ഒരു പോരാട്ടം, ഒറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിനു മുമ്പ് പോയ സ്കൂളിലൊക്കെ വലിയ സ്കൂളുകളായിരുന്നു, ഹയർ സെക്കൻഡറി ഒക്കെ ഉള്ള സ്കൂളുകളായിരുന്നു. ഇവിടെ ചെറിയ കുട്ടികളാണ്. അപ്പോൾ പല സ്കൂളുകളിലും ചെല്ലുമ്പോൾ എന്നെ ഉദ്ഘാടകനായിട്ട് വിളിക്കും, മോണായിട്ട് അവതരിപ്പിക്കും. അത് കഴിഞ്ഞ കുട്ടികൾ വന്നിട്ട് ചേട്ടാ എന്താ മോനെ, ചേട്ടാ ഈ കാണിച്ചതൊക്കെ ശരിയാണ്, ചേട്ടാ ഈ കാണിച്ചതൊക്കെ സത്യമാണ്. അത് ചോദിച്ചാൽ എന്താ മോനെ അങ്ങനെ ചോദിക്കുന്നത്? അല്ല അത് നിങ്ങൾക്ക് മോണാക്ട് കാണുമ്പോൾ മനസ്സിലാവും. അല്ല ഇത് ശരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഞാൻ പറഞ്ഞതിലും ഭീകരമാണ് മോനെ പ്രശ്നങ്ങൾ. അത് ചോദിച്ചാൽ എന്താ മോനെ ഇതിലെങ്ങനെ പെട്ടിട്ടുണ്ടോ? ചേട്ടാ അത് അറിയാതെയൊക്കെ നിങ്ങളിങ്ങനെ പോയിട്ടിങ്ങനെ ചാടിയിട്ടിങ്ങനെ എന്നൊക്കെ പറയും. അപ്പോൾ ഈ കാര്യങ്ങൾ ഏകദേശം മനസ്സിലാവും. അപ്പോൾ ഞാൻ വിചാരിക്കും ഇത് ഈ കുട്ടികളല്ല ശരിക്കും കാണേണ്ടത്, അവരുടെ മാതാപിതാക്കളാണ് കാണേണ്ടത്. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ജയശ്രീ ടീച്ചർ എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, മാതാപിതാക്കളുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. കാരണം ഇന്ന് സമൂഹത്തിൽ ലഹരി പടർന്നു പിടിക്കുന്നുണ്ടെങ്കിൽ അതൊരു പരിധി വരെ, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലോ ആളുകളുണ്ടെങ്കിൽ അതൊരു പരിധി വരെ നമ്മൾ തന്നെയാണ് കാരണക്കാർ. നിങ്ങളുടെ കുട്ടികൾ ഒരു സ്കൂളിൽ പോകുന്നു, കുട്ടികൾ ഉപയോഗിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു. സ്കൂളിൽ പോകുമ്പോൾ ആ കുട്ടിയുടെ സ്കൂൾ എപ്പോഴാണ് കഴിയുന്നത്? 4 മണിക്കാണെങ്കിൽ 4 മണിക്ക്, 5 മണിക്കാണെങ്കിൽ 5 മണിക്ക് സ്കൂൾ എപ്പോഴാണ് കഴിയുന്നത്? ആ സ്കൂൾ കഴിയുമ്പോൾ ആ കുട്ടി വരുന്നത് സ്കൂൾ ബസ്സിലാണോ അല്ലെങ്കിൽ മറ്റുള്ള ബസ്സിലാണോ? ആ ബസ് അവസാന സമയം ഏതാണ്? ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം.
നിങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ പോയി വരുമ്പോൾ ആ കുട്ടിയുടെ ബാഗ് പരിശോധിക്കണം. അത് പരിശോധിക്കുന്ന എത്ര പേരുണ്ട് എന്ന് എനിക്കറിയില്ല. ഒരു കുട്ടി ഒരു 10ാം ക്ലാസ്സിലും +2 ആയ ബാഗ് പരിശോധിച്ചാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ അവരുടെ ബാഗ് പരിശോധിക്കണം. നിങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ പോയി വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അവരുടെ ബാഗ് പരിശോധിക്കണം. അതിൽ അനാവശ്യമായ ഒന്നും തന്നെ ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഒപ്പം തന്നെ ഈ കുട്ടി സ്കൂൾ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയില്ല, അവർ സിമ്പിളായിട്ട് പറയും ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. ഈ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു എന്ന് അവിടുത്തെ അധ്യാപകരെ വിളിച്ച് ചോദിക്കാൻ നമ്മൾ തയ്യാറാകണം. എങ്കിൽ മാത്രമേ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവൂ. നമ്മൾ 24 മണിക്കൂർ മൊബൈലിൽ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഉപയോഗിച്ച് ടിക്ടോക്കും മറ്റേ റീൽസൊക്കെ ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ അതിക്കും മേലെയായി പോകും. അവർ ചെയ്യുന്ന റീൽസും ടിക്ടോക്കും ഒന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് വരിക. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു കാര്യങ്ങൾക്കെതിരെ ഡ്രഗ്സ് പോലെയുള്ള അല്ലെങ്കിൽ ലഹരി പോലെയുള്ള ഇതിനെതിരെ ഒരു പോരാട്ടം നടത്തുമ്പോൾ അത് ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാലൊന്നും ഈ ലോകം നന്നാക്കാൻ പറ്റില്ല. ഇപ്പം എനിക്ക് ഒരുപാട് മോണാക്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് റെക്കോർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ലോക റെക്കോർഡ്, ഗിന്നസ് റെക്കോർഡ്, ലിംക റെക്കോർഡ്, ആ റെക്കോർഡ്, ഈ റെക്കോർഡ്, അതൊക്കെ കുറേ റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. കുറേ സർട്ടിഫിക്കറ്റ് വീട്ടിലിരിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ഈ പരിപാടി കണ്ടിട്ട് ഒരാൾക്കെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ അതാണ് എൻ്റെ പരിപാടിയുടെ വിജയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏവരുടെയും സഹകരണം കൂടി ഈ ഒരു പരിപാടിക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കം പറഞ്ഞത്, കലയാണ് ഏറ്റവും വലിയ ആയുധം സമൂഹത്തോട് സംവദിക്കാനും പോരാടാനും. ഇന്ന് ഇവിടെ ഈ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന എല്ലാ കുട്ടികളും ഭാവിയിൽ വലിയ വലിയ കലാകാരന്മാരും കലാകാരികളും ആവേണ്ടവരാണ്. സമൂഹത്തോട് സംവദിക്കേണ്ടവരാണ്, പോരാടേണ്ടവരാണ്. അവർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ കലാപരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Ladies and gentlemen, this is time we acknowledge the talents of our school. It's because of their consistency and immovability and hard work, they are selected as champions. So I would like to call our beloved Grama Panchayat member Sri P.G. Satyapalan sir to distribute the award. Sir. സദസ്സിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ രാജ്യം നാടെല്ലാം പുരോഗമിച്ചപ്പോൾ നമ്മുടെ സ്കൂളും പുരോഗതിയുടെ പാതയിലായി. അങ്ങനെ നമ്മളെ സ്വന്തമായിട്ട് സ്കൂളായി. ആ സമയത്താണ് നമ്മൾ ചിന്തിക്കുന്നത്, ഇന്ന് ഇവിടെ ഇരിക്കുന്ന അച്ഛനമ്മമാരിൽ പലരും ഈ ക്ലാസ് റൂമിൽ പഠിച്ചവരായിരിക്കാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കരയോഗത്തിൻ്റെ സ്കൂള്, അതിൻ്റെ മാനേജ്മെൻറ്റ് ഇത്തരത്തിലുള്ള ഒരു ഹാള് പണിയുകയും ഈ തവണത്തെ ആഘോഷം 44ാം വാർഷികം എന്തുകൊണ്ട് ഇവിടെ നടത്താൻ തീരുമാനിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കെല്ലാവർക്കും അറിയാം, ആദ്യം പറഞ്ഞതുപോലെ തന്നെ കാലാവസ്ഥ തന്നെയായിരുന്നു. ഒരു സമയത്ത് വൈകുന്നേരങ്ങളിൽ എന്നും മഴ തന്നെയായിരുന്നു. പക്ഷേ അതായിരുന്നു നമ്മളിവിടെ ഈ ആഘോഷം. ഇവിടെ ടീച്ചർമാരെല്ലാം പലർക്കും പ്രയാസങ്ങളുണ്ട്. കാരണം ഒരു സ്കൂളിൻ്റെ ആനിവേഴ്സറി നടത്തുമ്പോൾ തീർച്ചയായിട്ടും സ്കൂളിൽ നടത്തണം. പക്ഷേ ഇതിൻ്റെ മാനേജ്മെൻറ്റുകൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. കാരണം സ്കൂളിൽ നടത്തുന്നതും ഇവിടെ നടത്തുന്നതുമായിട്ട് യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം പോലെയുള്ള പാർക്കിംഗ് ഉണ്ട്. എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ഈ വരുന്ന രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും അവർക്ക് മേക്കപ്പ് ചെയ്യാനും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഈ വാർഷികാഘോഷം ഇവിടെ തന്നെ നടത്താൻ തീരുമാനിച്ചത്. Today I feel very privileged and honored to stand here in front of you all and acknowledge the achievements of our brilliant students who have made both school and their parents proud. First of all, we have proficiency prizes of this academic year 23-24 LKG.
Felicitation by our beloved chairman, Sri Jaykumar Parat. 44 കൊല്ലം മുമ്പേ ഈ ചേറ്റാരിക്കൽ കരയോഗത്തിൻ്റെ ഹാളിൽ ആരംഭിച്ച ഈ സ്കൂൾ 44 കൊല്ലം കഴിഞ്ഞും ഇപ്പോൾ നല്ലൊരു പൊസിഷൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ ടീച്ചേഴ്സും മാനേജ്മെൻറ്റും മറ്റേ സ്റ്റാഫുകളും എല്ലാവരും ചെയ്ത പ്രയത്നത്തിൻ്റെ ഫലമാണ്. ഞാൻ ഇതിന് പ്രയത്നിച്ചവർക്കും എൻ്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സ്കൂൾ ലീഡർ ആശംസകൾ അർപ്പിക്കുന്നതിനായി എത്തുന്നു. Good evening, everyone. It is an honor and great joy for me to address you on this auspicious occasion. Today, we are here to celebrate the achievements and success of our school. The aim of our school is to provide a strong foundation comprised of good knowledge and skills. As you all know, the values we learn here are excellent, and I can thank all the teachers for their commitment and dedication. Now, I would like to extend my heartfelt congratulations to all of my friends who have earned prizes and recognitions by their hard work and dedication. In addition, I would also like to take this opportunity to thank all of our teachers, staffs, and families for their unwavering support and encouragement. Your guidance and mentorship have played a crucial role in helping us to reach our goals and achieve our dreams. I would like to conclude my speech by extending a special thanks to one and all for the chance to be part of this wonderful evening. Thank you all. ആശംസകൾ അർപ്പിക്കുന്നതിനായി നമ്മുടെ അഭിമാനമായ പൂർവ്വ വിദ്യാർത്ഥിനി ഗായത്രിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ നടക്കുന്ന സ്കൂൾ വാർഷികാഘോഷങ്ങൾക്ക് ആശംസ പറയുവാനായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ജയശ്രീ ടീച്ചർ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനി എന്ന നിലയിലും ഈ നാട്ടുകാരി എന്ന നിലയിലും ഇവിടുത്തെ എല്ലാ ആഘോഷങ്ങൾക്കും വിദ്യാർത്ഥിനികൾക്കും അധ്യാപകർക്കും അനധ്യാപകർക്കും മാതാപിതാക്കൾക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ഇനിയും നമ്മുടെ വിദ്യാലയത്തിന് നാൾക്കുനാൾ ഉയർച്ചയുണ്ടാകുവാനും ഇവിടെ നിന്നും പഠിച്ചിറങ്ങി ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്ന എല്ലാ കുട്ടികൾക്കും അത്യുന്നതിയിലേക്ക് എത്തിച്ചേരുവാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. 44ാമത് സ്കൂൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളെയും അധ്യാപകരെയും മറ്റ് നല്ലവരായ അംഗങ്ങളെയും എല്ലാവിധ ആശംസകളും നേരുന്നു. എന്നെ ഇവിടെ അതിഥിയായി വിളിച്ച സ്കൂളിലെ എല്ലാ ഭാരവാഹികൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. നന്ദി, നമസ്കാരം. ഗായത്രിയെ ആദരിക്കുന്നതിനായി നമ്മുടെ HM ജയശ്രീ ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. Sorry, we have one more special prize. That was also one of our old student. She got A grade in essay competition Malayalam in the state level, and she is here. Anita Babu, please come. And sorry. ആശംസകൾ അർപ്പിക്കുന്നതിനായി വൻ സമാജം പ്രസിഡന്റ് ശ്രീമതി മിനി PS നെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. 44 വർഷം മുമ്പ് ഇവിടെയുള്ള കൊച്ചു ഹാളിൽ നിന്നും ആരംഭിച്ച ശ്രീശങ്കര സ്കൂൾ ഇന്ന് ചേറ്റാരിക്കൽ NSS കരയോഗത്തിൻ്റെ അഭിമാനമായി മാറിയിരിക്കുകയാണല്ലോ. നമ്മുടെ സ്കൂളിൽ നിന്നും പഠിച്ചു പോകുന്ന പല കുട്ടികളും നല്ല പ്രൊഫഷണലായിട്ട് മാറിയ കാര്യം നമുക്കറിയാം. പഠിക്കുന്ന എല്ലാവർക്കും തന്നെ പ്രൊഫഷണലുകളാകാൻ സാധിക്കില്ല. നേരത്തെ ഇവിടെ അദ്ദേഹം പറഞ്ഞ പോലെ എന്താകുന്നു എന്നുള്ളതല്ല, എന്തായാലും നല്ലൊരു മനുഷ്യനാവാൻ. അപ്പോൾ പറഞ്ഞ പോലെ
കണക്ക് പുസ്തകം ചോദിച്ചിട്ട് അത് ട്രൗസറിൽ വച്ച് കൊടുക്കാതെ ഇന്ത്യയിലെ എല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് പറയുന്ന ആ ഒരു മാനസികാവസ്ഥ ഒരു കുട്ടികളും ചെയ്യരുത്. അത് നമ്മുടെ ഓരോ സ്റ്റാൻഡേർഡുകളിൽ നിന്ന് ഓരോ സ്റ്റാൻഡേർഡ് 1 സ്റ്റാൻഡേർഡ് 2 എന്ന് പറഞ്ഞു പോകുന്ന ഓരോ ക്ലാസ്സുകളും കയറിപ്പോകുന്ന ആ നിലവാരം കൂട്ടി വരുമ്പോൾ നമ്മുടെ മനസ്സും അതുപോലെ തന്നെ നിലവാരം ഉള്ളതായി തീരാനായി ഉള്ള പരിശീലനം നമ്മുടെ സ്കൂളിൽ നിന്നും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആശംസകൾ അർപ്പിക്കുന്നതിനായി മാതൃസംഗമം പ്രസിഡന്റ് ശ്രീമതി ജോമോൾ സുനിൽകുമാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സ്കൂളിൻ്റെ അതായത് ശ്രീ ശങ്കരയുടെ അതായത് PTA ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. 1-2 കാര്യങ്ങൾ ഈ അവസരത്തിൽ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ അറിയിക്കട്ടെ. എൻ്റെ ഒരു പഠനകാലത്തിലാണെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളുടെ കാലഘട്ടത്തിലാണെങ്കിലും നമ്മൾ വളരെ കുറച്ച് അതായത് വളരെ സ്പെഷ്യൽ ഡേകൾ മാത്രമാണ് ഒരു വർഷത്തിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സ്കൂളിൽ അവതരിപ്പിക്കാറുള്ളൂ അല്ലെങ്കിൽ സംസാരിക്കാറുള്ളൂ, മെസ്സേജുകൾ കൊടുക്കാറുള്ളൂ. പക്ഷേ നമ്മുടെ ശ്രീശങ്കരയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഓരോ ദിവസത്തിലും അതിൻ്റേതായ പ്രാധാന്യം ഉണ്ടെന്ന് കുഞ്ഞുങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഇവിടുത്തെ ടീച്ചേഴ്സും പ്രത്യേകിച്ച് നമ്മുടെ പ്രധാനാധ്യാപികയായ ജയശ്രീ ടീച്ചറും അത് ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് വളരെയേറെ സന്തോഷം തോന്നിയിട്ടുണ്ട്. കാരണം ഓരോ ദിവസത്തിൻ്റെ പ്രാധാന്യം ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ എൻ്റെ ലൈഫിലായാലും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഗ്രാൻഡ് പാരൻസ് ഡേ. വളരെയേറെ സന്തോഷം എനിക്ക് തോന്നി. എനിക്കതിനകത്ത് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് എന്നോട് പറഞ്ഞപ്പോഴും അനുഭവവും വളരെയേറെ സന്തോഷം എനിക്ക് തോന്നി. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ വാർദ്ധക്യത്തെ സംബന്ധിച്ച് എല്ലാവരും ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്, മാറ്റപ്പെട്ട് നിൽക്കുന്നത്. പക്ഷേ മുന്നോട്ട് വരാനും അവരുടെ വിവിധ തരത്തിലുള്ള ചെറിയ കഴിവുകൾ അവതരിപ്പിക്കാൻ ശ്രീശങ്കര ഒരു അവസരം ഒരുക്കിയത് എനിക്ക് വളരെയേറെ സന്തോഷം തോന്നുന്നു. യോഗത്തിന് നന്ദി അറിയിക്കുന്നതിനായി നമ്മുടെ സീനിയർ അസിസ്റ്റന്റ് ശ്രീമതി രഞ്ജിനി ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീശങ്കരയുടെ 44ാമത് വാർഷികാഘോഷത്തിൻ്റെ നിറമാർന്ന ഈ അവസരത്തിൽ നന്ദി അറിയിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. യോഗത്തിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച പ്രിയങ്കരനായ PTA പ്രസിഡന്റ് ശ്രീ അനൂപ് ഉണ്ണികൃഷ്ണൻ, അദ്ദേഹത്തിന് ആദ്യമായി ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ സ്ഥാപനത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി നമ്മെ നയിക്കുന്ന ശ്രീ സാഗരൻ മാഷ് കൂടാതെ അധ്യാപകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി സജീവമായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട പ്രധാന അധ്യാപിക ജയശ്രീ ടീച്ചർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊള്ളുന്നു. വാർഷികാഘോഷ ഉദ്ഘാടനത്തിനായി എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വേണു കണ്ടരുമഠത്തിൽ അവർകൾക്കും ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന കഥകളി കലാകാരൻ ശ്രീ പീസപ്പള്ളി രാജീവൻ അവർകൾക്കും ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ വിദ്യാലയത്തിൻ്റെ ഉന്നമനത്തിനായി ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ശ്രീ PG സത്യപാൽ, അദ്ദേഹമാണ് സമ്മാനദാനം നിർവഹിച്ചത്. അദ്ദേഹത്തിനും ഈ അവസരത്തിൽ നന്ദി അറിയിച്ചു. കലാപരിപാടികളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ശ്രീ രതീഷ് വരവൂർ അവർകൾക്കും നന്ദി അറിയിക്കുന്നു. ചടങ്ങിൽ ആശംസകൾ അറിയിച്ച സ്കൂൾ ചെയർമാൻ ശ്രീ ജയകുമാർ പാറാട്ട്, കുമാരി ഗായത്രി, NSS വനിതാ സമാജം പ്രസിഡന്റ് ശ്രീമതി മിനി ടീച്ചർ, MPTA പ്രസിഡന്റ് ശ്രീമതി ജോമോൾ സുനിൽകുമാർ എന്നിവർക്കും നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന മുൻ മാനേജ്മെൻറ്റ്, HM, അധ്യാപകർ, അനധ്യാപകർ, PTA ഭാരവാഹികൾക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ ചടങ്ങ് വളരെ ഭംഗിയായി നടത്താൻ സഹായിച്ച എല്ലാ വ്യക്തികൾക്കും, കുട്ടികൾക്ക് പരിശീലനം നൽകിയ ശ്രീമതി ശരണ്യ, ശ്രുതി എന്നിവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. സ്കൂളിൻ്റെ പരിപാടികളെല്ലാം തന്നെ ഭംഗിയായി നടത്താൻ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എക്കോലൈ സൗണ്ട്, ആദിത്യ ഡെക്കറേഷൻ, ചിലങ്ക ഡ്രസ് ആൻഡ് മേക്കപ്പ് പ്രവർത്തകർ, ബാൻഡ് മാസ്റ്റർ ജോസ് മാഷ്, ശിവൻ മാഷ് എന്നിവരെയും ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു.
ഇന്നത്തെ വാർഷികാഘോഷം ഇത്രയും മനോഹരമായി തീർക്കാനായി പുതിയതായിട്ട് നമുക്ക് ഈ ഹാള് ഒരുക്കി തന്ന ഇതിൻ്റെ ഭാരവാഹികളോടും പ്രവർത്തകരോടും പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ കലാപരിപാടികൾക്കായി നമ്മോടൊപ്പം നിന്ന് സഹായിച്ച മാനേജ്മെൻറ്റ്, PTA, MPTA മെമ്പേഴ്സിനെയും പാരൻസിനെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തികൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതോടെ ഈ യോഗം അവസാനിച്ചിരിക്കുന്നു. ഇനി നമ്മുടെ രതീഷ് വരൂർ അവരുടെ മോണോ ആക്ട്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കൂൾ കലാപരിപാടികളാണ് അടുത്തത്. സമൂഹം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്താണ് ലഹരി എന്ന് പറയുന്നു. നഗരങ്ങളിൽ നിന്ന് തുടങ്ങി ഗ്രാമങ്ങളിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മുടെ വീടിന് തൊട്ടടുത്ത് വരെ എത്തിയിരിക്കുന്ന, ഒരുപക്ഷെ നാളെ നമ്മുടെ വീട്ടിലും എത്താവുന്ന ഒരു ഭീകര രൂപമാണ് ലഹരി എന്ന് പറയുന്നത്. നമ്മുടെ യുവജനത നിർഭാഗ്യവശാൽ ആ ലഹരിയുടെ കുത്തൊഴുക്കിൽപ്പെട്ട് അല്ലെങ്കിൽ ലഹരി മാഫിയയുടെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നാം നിരന്തരം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ലഹരിക്കെതിരെ ഞാൻ നടത്തുന്ന ഒരൊറ്റയാൾ പോരാട്ടമാണ് ഈ മോണോ ആക്ട്. നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചു അല്ലെങ്കിൽ വാർത്തകളിൽ ഇടം നേടിയെന്നല്ല. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഈ മോണോ ആക്ട് കണ്ട് ഒരാൾക്കെങ്കിലും മാറ്റം വന്നാൽ അതാണ് ഈ പരിപാടിയുടെ വിജയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് ഈ വേദിയിൽ ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ചും രാജീവേട്ടനെ പോലുള്ള ആളുകൾ ഇത് കാണാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ലവണാസുരവധത്തിലെ സീതയൊക്കെ ഞാൻ ഒരുപാട് ആസ്വദിച്ചിട്ടുള്ള ഒന്നാണ്. സ്ത്രീവേഷങ്ങളിൽ അഗ്രഗണ്യനായ രാജീവേട്ടനെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് വളരെയധികം അഭിമാനമുണ്ട്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ ഈ മോണാക്ടിലേക്ക് നിങ്ങളെ ഹാർദവം സ്വാഗതം ചെയ്യുകയാണ്. ഇത് ഒരു വിദ്യാർത്ഥിയുടെ ജീവിതമാണ്. ഒരു വിദ്യാർത്ഥി ലഹരി മാഫിയയ്ക്ക് അടിമപ്പെട്ടു പോവുകയും പിന്നീട് അയാളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും ദാരുണമായ അവസ്ഥയും അയാൾക്കുണ്ടാകുന്ന മാനസാന്തരങ്ങളൊക്കെയാണ് കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരച്ച് കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ മോണാക്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം. ഇത് നിങ്ങൾക്ക് വെറുപ്പോ ദേഷ്യമോ സങ്കടമോ എന്ത് മാനസികാവസ്ഥ വരെ ഉണ്ടാക്കാം. അത് നിങ്ങൾ എത്രത്തോളം ഈ മോണാക്റ്റിൽ ഇൻവോൾവ് ആവുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. വളരെ സന്തോഷമുണ്ട്. ഒരുപാട് പേരൻസാണ് ഇവിടെ ഇരിക്കുന്നത്. അവരാണ് തീർച്ചയായിട്ടും ഈ മോണാക്ട് കാണേണ്ടത്. ഒരിക്കൽ കൂടി ഞാൻ ഈ മോണാക്റ്റിലേക്ക് നിങ്ങളേവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ അവതരിപ്പിക്കുന്നു ലഹരിയുടെ പക്ഷികൾ. സംഗതി ആകെ സീനാണ്ട. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സൊന്നും നല്ല രീതിയിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ശരിയാടാ, ഇനി ബിസിനസ്സൊന്നും നടക്കില്ല. ഈ ഇങ്ങനെ പോയി പിള്ളേരെയും കിട്ടണില്ല, ഒന്നും കിട്ടണില്ല, ആകെ സീനാവട്ടാ. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ശരിയാവുക? നമുക്ക് പിള്ളേരെ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ബിസിനസ് നടക്കില്ല. ബോസിൻ്റെ ആണെങ്കിൽ ഒടുക്കത്ത് ഇടിയും കിട്ടും. പിള്ളേരൊന്നും ഇനി വരാൻ സാധ്യതടാ. അവർ ഫുൾ ടൈം മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കില്ലേ. മാത്രമല്ല എക്സൈസ് പോലീസൊക്കെ നമ്മുടെ പിറകിലുണ്ട്. ഇനി ഈ ബിസിനസ് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നില്ലടാ. എന്താ ഇപ്പോൾ ഒരു വഴി? എടാ വഴി ഉണ്ടാക്കണം. പുതിയ ആൾക്കാരെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ആകെ പ്രശ്നമാവും. എടാ അതിനിപ്പോൾ പുതിയ ആൾക്കാർ ഇപ്പോൾ എവിടെ നിന്ന് കിട്ടാൻ? ആൾക്കാരെ കിട്ടണ്ടേ? ഡാ നമ്മുടെ വടക്കേലെ സുമാരേണ്ട ചക്കല് അദ്വൈത്, അവനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്ന തോന്നുന്നു. അവനാണെങ്കിൽ കുറച്ച് കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് ശരിയല്ലടാ. ആ ചെക്കന അച്ഛനമ്മേനും മാറണതിന് അപ്പുറത്തേക്ക് ഒരു ലോകമല്ലേ ആ നടക്കുന്ന എനിക്ക് തോന്നുന്നില്ലേ. അങ്ങനെയല്ലാന്ന്. അവന് ഫുട്ബോൾ, ക്രിക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ കറക്ക കമ്പനികളുണ്ട്. അവനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ റൂട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. മാത്രമല്ല ബിസിനസ് ഉറപ്പായിട്ടും വിജയിക്കുന്നുള്ള 100% ഗ്യാരണ്ടി ഉണ്ട്. എടാ ഈ ഇടയുണ്ടല്ലോ, അവൻ നാട് വിട്ട് പോലും തിക്കും തിരക്കും ബഹളമൊക്കെ ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അവൻ്റെ അച്ഛനമ്മയൊന്നായിട്ട് അവ അത്ര രസത്തിലല്ല. നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെയാണല്ലോ വേണ്ടത്.
ആ ഈ പറഞ്ഞൊക്കെ ശരി, അവനെ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. കിട്ടൂ എടാ, അത് നമുക്ക് ശ്രമിച്ചു നോക്കാലോ. ആ ചെക്കപ്പ് ഫുട്ബോൾ കളിക്കാൻ വരും, ഒന്ന് ശ്രമിച്ചു നോക്കാം. ആ അതൊരു കാര്യം ചെയ്യും, ഞാൻ ശ്രമിച്ചു നോക്ക്. ഓൾ ദ ബെസ്റ്റ്. ഓക്കെടാ, ശരിടാ. അപ്പോൾ ശരി, ഓക്കെ. ആ ചെക്കപ്പ് വരാൻ സാധ്യത ഉണ്ട്, അവനൊരു പോക്ക് പൊക്കണം. ഓ കുറേ സൈ കയ്യും കലക്കം നനക്കിയിട്ട് നാട് വിട്ട് പോലും തിക്കും തിരക്കും പകളായിട്ട് ആകെ കൂടിയിട്ടൊരു ഉഷാറില്ലായിരുന്നു. മെസ്സിയുടെ ടീമിനെ ഒരു 5 ഗോളടിക്കണം. അവന്മാരെ ലോകകപ്പ് കിട്ടിയതിന് ശേഷം നമ്മുടെ നെയ്മറിൻ്റെ പിള്ളേരുടെ അടുത്ത് ഒട്ടുക്കത്തെ അഹങ്കാരമാണ്. ഇത് ഞാൻ പൊളിക്കുക, 2 ഗോളെ എന്തായാലും അടിക്കും, അത് ഉറപ്പാണ്. അതിനുള്ളൊരു ഉഷാറായിട്ടാണ് ഞാൻ വന്നേക്കണത്. ആ എന്താ ചേട്ടാ, ചേട്ടനെ എങ്ങനെ എന്നെ മനസ്സിലായത്? അന്നറിയാത്തവരിവിടെ ആരെങ്കിലും ഉണ്ടാ? ഈ നാട് വിട്ട് പോലും തിക്കുന്നവർക്കും ബാളൊക്കെ ആയിട്ട് എല്ലാവർക്കും അന്നെ ഭയങ്കര ഇഷ്ടവും കാര്യങ്ങളും. ഇവിടെ ഭയങ്കര ഫേമസ് ഹീറോ അല്ലടാ. ഞാൻ നാടൊന്നും വിട്ട് പോയിട്ടില്ല. ചേട്ടൻ ഇവിടുത്തെ ആവശ്യമില്ലാത്ത പറയണ്ട കേട്ടോ. എന്നെ ആര് കണ്ടാലും അപ്പോൾ പറയും നാടുവിട്ട് പോയാനേന്ന്. വേറത്തെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാക്കണ. ഡാടാ, നീ നാട് വിട്ട് പോയതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. ഇവിടെ ചെറിയ കുട്ടികൾക്ക് വരാ, എന്നിട്ടാണ് ഈ വർത്തമാനം പറയണത്. അല്ലടാ, ഈ എന്തിനാ നാട് വിട്ട് പോയത്? ഞാൻ ചേട്ടനോട് പറഞ്ഞില്ല ഞാൻ നാട് വിട്ട് പോയിട്ടില്ല, പിന്നെ എന്തിനാ വീണ്ടും ചോദിക്കണത്? എടാ അദ്വൈതേ, ഈ നുണ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവിടുത്തെ എല്ലാ പിള്ളേർക്കും അറിയാതെ നാട് വിട്ടത്. കാര്യം പറയടാ. അത് പിന്നെ അച്ഛനും അമ്മയും വഴക്ക് പറഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ട് വിഷമായി. അപ്പോൾ ഞാനൊന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് മാറിന്നുള്ളൂ, അല്ലാതെ നാടൊന്നും വിട്ടുപോയിട്ടില്ല. ചേട്ടതാരോടും പറയണ്ട, എനിക്ക് നാണക്കേടാ. ഞാൻ പറഞ്ഞിട്ട് ഇവിടെ എല്ലാവർക്കും അറിയാൻ. എടാ അതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. അതൊക്കെ പോട്ടെ, ഈ ഭയങ്കര പഠിപ്പിച്ചെന്ന് പറഞ്ഞിട്ടുള്ളൂടാ. പിന്നെ എനിക്ക് എല്ലാത്തിലും ഫുള്ള് മാർക്കാണ്. മാത്രമല്ല എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ടാണ് പൊട്ടായി നാട് വിട്ട് പോയത്. അതിപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞില്ല നാട് വിട്ട് പോയതല്ല, കുറച്ച് നേരം മാറി നിന്നു. പിന്നെ എപ്പോഴും ഈ നാട് വിട്ട് പോയി എന്ന് പറഞ്ഞാൽ എന്തിനാ? ആ ശരി 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 ശരി. എടാ നീ ഇങ്ങനെ പഠിപ്പിച്ചൊക്കെ ആയിട്ട് നടന്നാൽ മതിയോ? കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ ഉഷാറാക്കണ്ടേ? എന്ത് ഉഷാറാക്കാൻ? ഞാൻ അല്ലെങ്കിലും ഭയങ്കര ഉഷാറാണ്. അതല്ലടാ, നീ ഇപ്പോൾ ഫുട്ബോൾ കളിക്കാൻ വന്നതല്ലേ, നീ ഇപ്പോൾ 2 ഗോൾ അടിക്കുന്നതല്ലേ പറഞ്ഞത്? നിനക്കൊരു 5 ഗോൾ അടിക്കാം. മാത്രമല്ല നിനക്ക് പഠിക്കണ കാര്യത്തിലൊക്കെ ഭയങ്കര ഒരു ലെവലാവും. ഒരു സാധനമുണ്ട്. അതെന്ത് സാധനം? അതൊരു പ്രത്യേക തരം മിഠായിയാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ നിൻ്റെ കാൽക്കീഴിലേക്ക് വരും. മാത്രമല്ല ആകാശത്ത് കൂടെ അങ്ങനെ പറന്ന് നടക്കാൻ പറ്റും. വേറെ ലെവല് സാധനമാണ്. ഒന്ന് പോയേട്ടോ, അവിടെ രാവിലെ തന്നെ ഉടായ്പായിട്ട് ഓരോരുത്തർ വന്നു വരും. അങ്ങനെ മിഠായി വെച്ച് പറക്കാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ പിള്ളേരൊക്കെ ഫുൾ ടൈം പറന്ന് നടക്കണ്ടേ? വേറെ പണിയൊന്നുമില്ല. ഇത് പോയായിരുന്നു. എടാ ഇത് അങ്ങനത്തെ മിഠായി അല്ലാന്ന്, ഇതൊരു പ്രത്യേക തരം മിഠായിയാണ്. ഇത് കഴിച്ചാൽ നീ വേറെ ലെവലാവും, ഉറപ്പാണ്. അത് ശരിയല്ലേ? അറിയാത്ത ആൾക്കാരെയൊന്നും മിഠായി മേടിച്ച് കഴിക്കരുത്. എൻ്റെ അച്ഛനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ഈ ഗഫൂർഖാൻ്റെ അവിടെ നിന്ന് മിഠായി മേടിച്ച് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അതിപ്പോൾ ഗഫൂർഖൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരല്ലേ ചാട്ട? അതുപോലെയാണോ? എടാ ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ തന്നെ അനക്ക് അറിയാത്തോണ്ടാ. അതുകൊണ്ടല്ലേ ഈ അദ്വൈതല്ലേ സുമാരേട്ടൻ്റെ മോനിലൊക്കെ ഞാൻ ചോദിച്ചത്. അത് ശരിയാ. അതാ പറഞ്ഞത്. ഇതണ്ട, ഈ മിഠായി ഞാൻ കഴിച്ചു നോക്ക്, വേറെ ലെവലാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പിന്നെ ഈ മിഠായി ആദ്യം നമ്മൾ ഫ്രീ ആയിട്ട് തരും. പിന്നെ ഇതിൻ്റെ വേറെ 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 കുറേ വേർഷൻ മിഠായികളുണ്ട്. അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നിന്നെ പിന്നെ പിടിച്ച കിട്ടില്ല മോനെ, നീ വേറെ ലെവലാവും. പക്ഷേ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാ, അതിന് കാശ് വേണട്ടാ. കാശുണ്ടെങ്കിലേ അത് നടക്കുള്ളൂ. ആദ്യം നമ്മുടെ ചെക്കനായതുകൊണ്ട് നമുക്ക് ഫ്രീ തരുന്നെങ്കിലും നീ കാശ് കൊടുന്ന സാധനം തരും. അതിപ്പോൾ ഞാൻ ഒന്ന് കഴിച്ചു നോക്കിയാലല്ലേ പറയാൻ പറ്റുള്ളൂ നാണോ വേണ്ടേന്ന്. ഈ കഴിച്ചു നോക്ക്. വേണ ഈ കഴിച്ചു നോക്കടാ, ഒരു മിഠായില്ലേ കിട്ടി, ഇതിനത്ര പ്രശ്നം എന്താ? കഴിച്ചു നോക്കാം. ശരാ പുലിവാലാവാനാ മതിയായിരുന്നു. എൻ്റെ അമ്മേ, ഇതെന്താട്ടോ തലയൊക്കെ പെരുക്കട പോലെ തോന്നുന്നുണ്ടല്ലോ. ആകെ കൂടി ഒരു വിമ്മിഷ്ടം. ഇതെന്ത് മിഠായി ഏട്ടത്? അതാണ് ഈ മിഠായിയുടെ പ്രത്യേകത. ആദ്യം കണ്ട് കഴിക്കാൻ പാടില്ല, കേരളക്കണ്ട് കയറും. പിന്നെ
നിന്നെ ഇടിച്ചാൽ കിട്ടില്ല, വേറെ ലെവലാവും. എന്ത് കേരളൻ്റെ ചേട്ടാ, എനിക്കാകെ കൂടി പരവശാവണു. അയ്യോ കക്കൂസ് മമ്മൂട്ടിൻ്റെ തോന്നുന്നുണ്ട് ഭഗവാൻ, ഇന്നത്തെ കളിയൊക്കെ പോയി ഞാൻ എവിടെ നിന്ന് ഗോളടിക്കും. അയ്യോ ഞാൻ വീട്ടിൽ പോവാ, ഈ ചേട്ടൻ എന്നെ നശിപ്പിച്ചതാ തോന്നണത്. എടാ അത് ആദ്യമായിട്ട് കഴിക്കണാരാണ് എനിക്ക് തോന്നണതാ. ഈ നാളെ മുതൽ ഈ സാധനം കഴിച്ചു കഴിഞ്ഞാൽ നീ വേറെ ലെവലാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നീ ഇപ്പോൾ വീട്ടിൽ പൊക്കോ. ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ നാളെ നീ 2 അടിക്കണം, 5 ഗോൾ അടിക്കും ഉറപ്പായിട്ടും. ഞാൻ വീട്ടിൽ പോവാ, ചേട്ടൻ പോയത് 5 ഗോൾ അടിക്കാൻ പോകും. അങ്ങനെ ഞാൻ ഒരുത്തനെ വീഴ്ത്തും. ഇനി അവൻ മൂലം കുറേ എണ്ണത്തിന് ഞാൻ അങ്ങോട്ട് വീഴ്ത്തും. നമുക്ക് നമ്മുടെ ബിസിനസ് ഡെവലപ്പാക്കിയാലേ പറ്റൂ. പിന്നീട് അദ്വൈതിൻ്റെ ജീവിതം മെല്ലെ മെല്ലെ മാറുകയായിരുന്നു. സ്വർഗം കാണുന്ന പോലെ ഉണ്ട്. അദ്വൈതേ, നീ കളിക്കാൻ വരില്ലേ? ആലിതാ വരുന്നടാ. ഇത് നിന്നൊക്കെ ഞാൻ പൊട്ടിച്ചിട്ട് വരെ കാര്യമുള്ളൂ. പിന്നീട് ഫുട്ബോൾ മൈതാനിയിൽ ആദ്യത്തെ ഗോൾ ഞങ്ങൾ സമ്മതിച്ചു, അത് കറക്റ്റ് ഗോളാണ്. രണ്ടാമത് അടിച്ച പക്ഷേ ഓഫ്സൈഡാണ്, സമ്മതിക്കാൻ പറ്റില്ല. ഇതിന്റെ ഒരുപാട് വർത്തമാനം വേണട്ടാ, ഒരുപാട് കളിച്ചാണ്ട കൂന്നോളെ ഞാൻ മനസ്സിലാ. ഞാൻ അവരോട് സംസാരിക്കാൻ കണ്ടേ ഈ ഇടയായിട്ട് കുറച്ച് സൈഡ് പ്രാന്താണ്. വേറെ എന്തൊക്കെ അടിച്ചു കയറ്റിയാണ് വന്നേക്കുന്നത്. അന്നത്തെ കളി കഴിഞ്ഞു, പോയിക്കോ പോയിക്കോ, എല്ലാവരും പോയിക്കോ, കളി കഴിഞ്ഞു, പിടിച്ചോട്ടു. ഓരോ ദിവസവും അദ്വൈത് മെല്ലെ മെല്ലെ മാറിക്കൊണ്ടിരിക്കുക. ശരീരമൊക്കെ തളരുന്ന പോലെ. ഇന്നിപ്പോൾ ഗോളടിച്ചില്ലെങ്കിൽ അവന്മാരെന്നെ കളിയാക്കി കൊല്ലും. എനിക്കാണെങ്കിൽ ആ സാധനം ഇല്ലാതെ പിടിച്ചിക്കാനും പറ്റില്ല. എവിടെ നിന്നാണ് ഇപ്പോൾ കിട്ടുക? ആ ചേട്ടനോട് ചോദിക്കാം. ആ ചേട്ടനാണല്ലോ എനിക്ക് തന്നു പഠിപ്പിച്ചത്. പക്ഷേ ആ ചേട്ടന് കൊടുക്കാൻ ഇന്നെൻ്റെ അടുത്ത് പൈസ ഇല്ല. പൈസ ഇല്ലാതെ ആ കാലമാടെ തരൂല്ല. ഇന്നലെ ആണെങ്കിൽ അച്ഛൻ്റെ പേഴ്സൊന്ന് അപേക്ഷിച്ചത് മിനിങ്ങാൻ നമ്മുടെ കുടുക്ക പൊട്ടിച്ച് കൊടുത്തു. ഇങ്ങനെ കട്ടും പിടിച്ചു പറിച്ചുള്ള പൈസ മുഴുവൻ കൊടുത്തിട്ട് അതൊക്കെ മേടിക്കണത്. ഇന്നിപ്പോൾ ഞാൻ എവിടെന്നാ പൈസ കൊടുക്കുക? അയാളെ ഞാൻ കുറെ സഹായിച്ചതാ. അയാളെ കൊന്നിട്ടാണെങ്കിലും ഇന്ന് സാധനം മേടിക്കണം, അല്ലാതെ എനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. എൻ്റെ ശരീരമൊക്കെ ഇപ്പോഴേ തളർന്നു തുടങ്ങി. അതല്ല ചേട്ടാ, ഇന്നലെ വന്ന പുതിയ സാധനം ഉണ്ടല്ലോ, അത് സൂപ്പറായിരുന്നു ചേട്ടാ. അതെനിക്ക് ഒരെണ്ണം തരുമോ? അതെടുത്ത് കഴിഞ്ഞു പോയി. അതിനെന്തരാ, അതൊക്കെ എത്ര വേണമെങ്കിൽ തരാം. നീ കാശെടുക്ക്, സാധനം തരാം. അത് ചേട്ടാ, ഇന്ന് എൻ്റെ അടുത്ത് കാശില്ല. ഞാൻ നാളെ കാശ് തരാം. ഒന്ന് പോടാ അവിടെ നിന്ന്. കാശില്ലാതെ സാധനം തരാൻ പറ്റില്ല. കാശുണ്ടെങ്കിൽ സാധനം തരും. അതല്ല ചേട്ടാ, ഇന്ന് കാശില്ലാത്തോണ്ടാ. നാളെ ഞാൻ ഇതിൻ്റെ ഇരട്ടി പൈസ ഞാൻ ചേട്ടന് തരാം, ഉറപ്പായിട്ടും തരാം. ചേട്ടാ പ്ലീസ്, എനിക്ക് പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാ. ആ സാധനം താ ചേട്ടാ. എടാ നിനക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? സാധനം തരണമെങ്കിൽ കാശ് വേണം.
ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് കൊണ്ടുവരുന്ന സാധനം ഫ്രീ ആയിട്ടൊന്നും തരാൻ പറ്റില്ല. ചേട്ടാ പ്ലീസ്, ഞാൻ ചേട്ടനെ കുറേ സഹായിച്ചതല്ലേ, എത്ര ആൾക്കാരെ ഞാൻ ചേട്ടൻ ഉണ്ടാക്കി തന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസത്തേക്ക് എനിക്ക് സാധനം താ. നാളെ ഞാൻ ഒരുപാട് പൈസ തരാം. അച്ഛൻ്റെ അമ്മയുടെ നിന്നൊക്കെ കട്ട് പിടിച്ചൊക്കെ ഞാൻ കൊണ്ടുവരുന്നത്. നാളെ എവിടെ നിന്നായാലും പൈസ തരാം. ചേട്ടാ എങ്ങനെയാലും സാധനം താ. എടാ നീ പറഞ്ഞൊക്കെ ശരിയാണ്, നിനക്ക് സാധനം തരണമെങ്കിൽ പൈസ വേണം. ഈ സംഗതി നമ്മളെ കുറേയൊക്കെ സഹായിച്ചിട്ടൊക്കെ ഉണ്ട്, ശരിയാണ്. എടാ പഴയ പോലെയൊന്നുമല്ല, ഇപ്പം ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ. മാത്രമല്ല ആവശ്യക്കാർക്ക് കൊടുക്കാൻ സാധനം തികയില്ല, പിന്നെയാണ് പൈസ ഇല്ലാത്തത് നിനക്ക്. ചേട്ടാ പ്ലീസ് ചേട്ടാ, ഞാൻ ചേട്ടൻ്റെ കാല് പിടിക്കാം, പിടിച്ചിക്കാൻ പറ്റാത്തതുകൊണ്ടാ. പ്ലീസ് എങ്ങനെയാലും എനിക്ക് ആ സാധനം താ ചേട്ടാ പ്ലീസ്. ഞാൻ ചേട്ടൻ്റെ കാല് പിടിക്കാട്ടാ പ്ലീസ്, ഒന്ന് താ ചേട്ടാ. എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അത്രയും വൈകാത്ത അവസ്ഥയാണ്. ആ സാധനം ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. പ്ലീസ് ചേട്ടാ ഒന്ന് ആ സാധനം താ. ഒന്ന് പോടാ അവിടെ നിന്ന്. പൈസ തരാൻ സാധനം തരാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? എനിക്ക് ആ സാധനം വേണം. ചൂടാവാ ഇവിടെ ചെക്കലല്ലേ, അടുക്കപ്പോൾ സാധനം തരില്ലേ, അതിനിപ്പോ ഇത്ര ചൂടാവേണ്ടതിനാ? ചെക്കൻ്റെ ഒരു കാര്യം. ഇത് നാളെ പൈസ നന്നായിട്ടോ, സാധനം ഉറപ്പായിട്ട് തരാം. നാളെ ഞാൻ ഉറപ്പായിട്ടും പൈസ തരും. ആരെ കൊന്നിട്ടാണെങ്കിലും പൈസ തരും. പക്ഷേ ഇന്നെനിക്ക് പിടിച്ചിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാ ആ സാധനം പെട്ടെന്ന് താ. ശരി ശരി, നിന്റെ ഭീഷണിയൊന്നും കണ്ട് പേടിച്ചിരുന്നല്ല. നാളെ നീ ഉറപ്പായിട്ട് പൈസ കൊണ്ടുവരണം, ഇത് വിവരം അറിയും, മനസ്സിലാണോ? നാളെ ഞാൻ ആരെ കൊന്നിട്ടാണെങ്കിലും പൈസ തരാമെന്ന് പറഞ്ഞില്ലടോ. എനിക്ക് ആ സാധനം താണോ, എനിക്ക് ജീവിക്കണം. എന്നാ കൊണ്ടുപോയി തിന്നടാ. ഇച്ചല്ലേ മറ്റേ സാധനം കൂടി പ്രയോഗിച്ചാലേ ഒന്ന് ഉഷാറാവും. പിന്നെ ഈ ലോകത്തെ രാജാവും അത് ഞാൻ തന്നെയാ. ഈ ലോകം എത്ര മനോഹരമാണ്. എനിക്ക് സങ്കല്പിക്കാവുന്നതിനപ്പുറമാണ് ഈ ലോകം. ഈ ലോകത്തിൻ്റെ എല്ലാ കരകളിലും എനിക്കിങ്ങനെ പറന്ന് നടക്കണം. പിന്നെ എനിക്ക് സുഖിക്കണം. നല്ല ബുക്കാണല്ലോ. മണൽക്കാടിനപ്പുറം മാനത്തിനപ്പുറം മനസ്സോളം വാഗ്ദത്ത ഭൂമി, പൂക്കളും കിളികളും മാറിവെച്ചാർത്തുന്നു, കല്യാണ പന്തലുണ്ട്. മണൽക്കാടിനപ്പുറം മാനത്തിനപ്പുറം മനസ്സോളം വാഗ്ദത്ത ഭൂമിയും, പൂക്കളും കിളികളും മാറിവിൽ ചാർത്തുന്ന കല്യാണ പന്തലുണ്ട് കൂട്ടരെ. പക്ഷേ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു നായിക വേണ്ടേ, ഒരു പ്രണയ നായിക. ഒരു നാളും നോക്കാതെ മാറ്റിവെച്ച് പ്രണയത്തിൻ പുസ്തകം നീ തുറക്കി, അതിലൊന്ന് നീ എൻ്റെ പേരുകാർ, ഇതിലെൻ്റെ ജീവന്റെ ഒരു നാളും നോക്കാതെ മാറ്റിവെച്ച് പ്രണയത്തിൻ പുസ്തകം നീ തുറക്കി, അതിലൊന്ന് നീ എൻ്റെ പേരുകാർ, അതിലെൻ്റെ ജീവന്റെ നേരുകാർ.
പക്ഷേ പാതി മൃഗം പാതി கலந்து செய்த கலவைனா கடவுள் பாதி மிருகம் பாதி கலந்து செய்த கலவைனா உள்ள கடவுள் வெளியே மிருகம் கலந்து செய்த கலவைனான் கடவுள் பாதி மிருகம் பாதி கலந்து செய்த கலவைனான் ஏட்டா கடவுள் வெளியே மிருகம் கலந்து செய்த கலவைனான் ஏட்டா അടുത്തേക്ക് വാ അകത്തേക്ക് വാ ഏട്ടാ ഏട്ടൻ എന്താ ഇവിടെ എടുക്കണേ ഇതാ കടയിൽ നിന്ന് കുറെ സാധനങ്ങൾ മേടിക്കണ്ട് പെട്ടെന്ന് വന്നേ ഇന്ന് നിന്നെ കാണാൻ നല്ല സുന്ദരിയായിരിക്കുന്നല്ലോ അകത്തേക്ക് വാ കടന്നു വാ ഏട്ടാ ഏട്ടൻ എന്താ ഇവിടെ നാടകം അഭിനയിക്കുക ഇത് അമ്മ വന്ന് അടിയിട്ടോ അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ മേടിക്കണത് പെട്ടെന്ന് വന്നേ നല്ല താമരപ്പൂ പോലത്തെ മുഖം മാതളത്തം തുളുമ്പുന്ന നിന്റെ അടുത്തേക്ക് വാ ഏട്ടാ ഏട്ടൻ ഇവിടെ ഒരുമാതിരി പ്രാന്തന പോലെയൊക്കെ പെരുമാറേ എനിക്ക് പേടിയാവുണ്ട് കേട്ടോ നീ എന്തിനാ പേടിക്കുന്നത് നിനക്ക് ഞാൻ സ്വർഗം കാണിച്ചു തരില്ലേ വാ അടുത്തേക്ക് വാ ഏട്ടാ ഏട്ടൻ്റെ അനിയത്തിയല്ലേ ഏട്ടനോട് ഇങ്ങനെയൊക്കെ പറയാൻ പാടല്ലോ ഞാൻ അമ്മ വിളിക്കട്ടോ അമ്മ വേണ്ട അമ്മ പിന്നെ ആദ്യം നീ എനിക്ക് പേടിയാവണു അപ്പൊ ഏട്ടൻ ഇവിടെ പ്രാതല പോലൊക്കെ പെരുമാറുന്നു എന്നോട് ഞാൻ മിണ്ടരുത് പറഞ്ഞ നീ മിണ്ടരുത് ആ പറയുന്നതൊക്കെ നീ അനുസരിച്ചോണം ഇവിടെ വാടി വേണ്ട ഏട്ടോ ചേട്ടാ അലിക്കാട് ചേട്ടാ വേണ്ട ഏട്ടാ വീട് ചേട്ടാ അപ്പേ അയ്യോ ഏട്ടാ അയ്യോ ഏട്ടാ വേണ്ട ഏട്ടാ ഏട്ടാ വേണ്ട ഏട്ടാ 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 അലിക്കാട് ഏട്ടാ ഏട്ടാ അയ്യോ വീണ്ടരുത് നീ വീണ്ട നിന്നെ ഞാൻ കൊന്നാൻ മനസ്സിലായി ലോകത്തെ ഏറ്റവും സുന്ദരമായ വസ്തു സ്ത്രീ Tonight I can date the saddest. Tonight I can date the saddest. I loved her. Sometimes she loved me too. Tonight I can date the saddest. I loved her. Sometimes she loved me too. Ayo.
മാമ നിനക്ക് എന്ത് പറ്റി? മോളെ മാമേ, അയ്യോ അയ്യോ എൻ്റെ മാമ, എൻ്റെ മാമ, അയ്യോ എൻ്റെ മാമ, മോളെ മാമേ എണീക്കടി, മോളെ മാമേ, അയ്യോ ഈശ്വര, ഞാനെന്ത് പാപമാണ് ഈ ചെയ്തത്? ഞാൻ എൻ്റെ മാമയെ, അയ്യോ മോളെ മാമേ, ഏട്ടന് തെറ്റുപറ്റി മോളെ, എണീക്കടി. ഈശ്വര, ഞാനെന്തൊരു പാപിയാണ്. ഞാൻ എത്ര നല്ല വിദ്യാർത്ഥിയായിരുന്നു, എന്ത് നല്ല മകനായിരുന്നു, എന്ത് നല്ല സഹോദരനായിരുന്നു. ഇനി ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? ഈ ലഹരി എന്റെ ജീവിതം നശിപ്പിച്ചു. ഞാനെന്റെ കുഞ്ഞുമകളെ പ്രിയപ്പെട്ടവരെ, ലഹരി എന്ന് പറയുന്ന ഈ വിഷവസ്തു ഒരാളുടെ ജീവിതത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയാൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുടെ ഒരു ചെറിയ രൂപം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരച്ച് കാണിച്ചിട്ടുള്ളത്. ഇതിനേക്കാൾ ഭയാനകമാണ് പലപ്പോഴും അവസ്ഥ. നിങ്ങൾ പത്രത്തിലൂടെയും അല്ലെങ്കിൽ മറ്റുള്ള മീഡിയകളിലൂടെയൊക്കെ അറിഞ്ഞിട്ട് കാണും, അമ്മൂമ്മയെ കൊന്നു, അപ്പാപ്പനെ കൊന്നു, പെങ്ങളെ കൊന്നു, അമ്മയെ കൊന്നു. അങ്ങനെ കേരളത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന, ലോകത്ത് നടക്കുന്ന ഒരു 75 മുതൽ 80% ക്രൈമുകളുടെയും പിന്നിൽ മയക്കുമരുന്ന് എന്ന് പറയുന്ന വലിയ വില്ലനാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ അവിടെ അമ്മയെന്നോ പെങ്ങളെന്നോ കൂട്ടുകാരനെന്നോ കൂട്ടുകാരിയെന്നോ അച്ഛനെന്നോ അല്ലെങ്കിൽ ഭാര്യയെന്നോ അങ്ങനെ ഒന്നുമില്ല. അയാളുടെ ഉള്ളിൽ രൂപപ്പെടുന്നത് ഒരു മൃഗം മാത്രമാണ്. ആ മൃഗം എന്തൊക്കെ ചെയ്യും എന്തൊക്കെ ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ഉപയോഗങ്ങളെ അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗങ്ങളെ നമ്മുടെ നാട്ടിൽ നിന്നും തുടച്ചു നീക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. നമ്മൾ വിചാരിക്കും ബോംബെയിൽ മയക്കുമരുന്ന് പിടിച്ചു, ബോംബെയിലല്ലേ, കുഴപ്പമില്ല. കേരളത്തിൽ പിടിച്ചു, അപ്പോൾ നമ്മൾ വിചാരിക്കും കേരളത്തിലല്ലേ, കുഴപ്പമില്ല. എറണാകുളത്ത് കുഴപ്പമില്ല. തൃശ്ശൂരല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കൂടുതല, കുഴപ്പമില്ല. ചെറ്റാരിക്കൽ പിടിച്ചു, ചാലക്കുടി പിടിച്ചു, കൊരട്ടി പിടിച്ചു, ഒന്നും കുഴപ്പമില്ല. നമ്മുടെ അയൽപക്കത്ത് പിടിച്ചു, അവനല്ലെങ്കിൽ ഒരു എല്ല് കൂടുതൽ, അവന് പിടിക്കേണ്ടതാണ്. നാളെ നമ്മുടെ വീട്ടിൽ പിടിക്കുമ്പോഴാണ് അയ്യോ എൻ്റെ വീട്ടിലും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. ചെറിയ കുട്ടികളാണ് UP, അവർക്കിതൊന്നും കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. വലിയ ആളുകളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഒരു പിടി ചോറുമായി നിങ്ങളുടെ വരവ് കാത്തിരിക്കുന്ന ഒരു അമ്മയുണ്ട്. നാളിതുവരെ നിങ്ങളെ നിങ്ങളാക്കിയ, ചോര നീരാക്കി വിയർപ്പൊഴുക്കിയ ഒരു അച്ഛനുണ്ട്. ആ അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നമാണ് നിങ്ങൾ. നിങ്ങളെ വലിയ ആളുകളാക്കിയ അധ്യാപകരുണ്ട്, അവരുടെ പ്രതീക്ഷയാണ് നിങ്ങൾ. ഇപ്പോൾ ഇവിടെ ആദരിച്ച ഗായത്രി അല്ല കൂട്ടർ പേര്, ഗായത്രി അല്ലേ, ഗായത്രിയെ പോലുള്ള ഉയർന്ന റാങ്കൊക്കെ നേടിയിട്ടുള്ള ആളുകളൊക്കെ വരുമ്പോൾ അതുപോലെ ആവാൻ വേണ്ടി നിങ്ങളുടെ അധ്യാപകരും അമ്മയും അച്ഛനും ഒക്കെ ഒരുപാട് പ്രതീക്ഷ നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നുണ്ട്. ആ പ്രതീക്ഷയാണ് നിങ്ങൾ. ഈ ലഹരിയുടെ പിറകെ പോയി കഴിഞ്ഞാൽ
നിങ്ങൾ ഒരേ സമയം കൊല്ലുന്നത് നിങ്ങളുടെ അച്ഛനെയാണ്, അമ്മയാണ്, അധ്യാപകരെയാണ്, സമൂഹത്തെയാണ്. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിൽ നിന്നും ഇത് തുടച്ചു നിൽക്കുക എന്നുള്ളത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്, കർത്തവ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പരിപാടി ഇവിടെ അവതരിപ്പിക്കാൻ എന്നെ ഉദ്ഘാടകനായി ക്ഷണിക്കാനും ഈ പരിപാടി അവതരിപ്പിക്കാനും അവസരം തന്ന ഈ ശ്രീശങ്കര NSS സ്കൂളിലെ മുഴുവൻ മാനേജ്മെൻറ്റിനോടും ഇവിടെ എന്നെ ക്ഷണിച്ച ജയശ്രീ ടീച്ചറോടും അതിന് കാരണക്കാരനായ എൻ്റെ സുഹൃത്തും സഹപ്രവർത്തകരുമായ സുധീർ പാടിയത്തിനോടും ഇത് വീക്ഷിച്ച നിങ്ങൾ ഓരോരുത്തരോടുമുള്ള ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം നമുക്ക് ഒത്തൊരുമിച്ച് പറയാം, ഒരുമിച്ച് പ്രതിജ്ഞ എടുക്കാം. സേ നോ ടു ഡ്രഗ്സ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു രതീഷ്. ഒരു കലാകാരൻ സമൂഹത്തോട് സമൂഹത്തോട് തൻ്റെ കടമ നിർവഹിക്കുന്നത് സമൂഹത്തെ തിരുത്തൽ ശക്തിയായി സ്വയം മാറുമ്പോഴാണ്. ഏകപാത്ര അല്ലെങ്കിൽ മോണോ ആക്റ്റിലൂടെ സമൂഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തത്തിൻ്റെ നേർക്കാഴ്ച അവതരിപ്പിച്ച ശ്രീ രതീഷിന് ഹാർദമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.